സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 6-ാം അധികാരത്തിലെ 9-ാമത്തെ പദ്യം മുതലാണ്. മലയാളം പുസ്തകത്തിലെ പേജ് 86. കൂരിരുളിൻ മിൻമിനിയിൻ കൂട്ടം പോൽ വാഴ് ജഗത്തൈ യാരറിവർ அந்த அறிவுதயம் சூரியன் கான் உன் நீழலை கெடுத்த உச்சியிலே ஊனமர சொன்னாரவத்தைகள் ஐந்தும். കൂരിരുളിൽ മിൻമിനിയിൻ കൂട്ടം പോൽ. അർത്ഥം വളരെ വ്യക്തമാണ്. കൂരിരുട്ടിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം പോലെ. ആരാണ് ഈ മിന്നാമിനുങ്ങുകൾ? നമ്മളൊക്കെ തന്നെ. എന്താണ് ഈ കൂരിരുട്ട്? നമ്മുടെ ഉള്ളിലെ അജ്ഞാനം. കൂരിരുളിൽ, കൂരിരുട്ടിൽ മിൻമിനിയിൻ കൂട്ടം പോൽ. മിൻമിനി മലയാളത്തിലെ മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങുകളുടെ കൂട്ടം പോലെ കൂരിരുട്ടിൽ കഴിയുന്നവരാണ് ലൗകികന്മാരെല്ലാം. മിക്കവാറും ആൾക്കാർ. എന്തിന്? 1-2 ഈ സത്യദർശികൾ, അതും ഉണ്ടെങ്കിലായി ഇല്ലെങ്കിലില്ല. അതൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള വിചാരത്തിലാണ് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. ഇങ്ങനെ കൂരിരുട്ടിൽ കഴിയുന്ന മിന്നാമിനുങ്ങുകളുടെ കൂട്ടങ്ങൾ പോലെയാണ് ജീവന്മാർ. ഈ ജീവന്മാർ എന്നുള്ളതിൽ മനുഷ്യർ മാത്രമല്ല, പക്ഷി, മൃഗം, കൃമി, കീടം, ദേവന്മാർ, ഗന്ധർവന്മാർ, ഉപരിലോകത്തിലുള്ളവരുമുണ്ട്, അധോലോകത്തിലുള്ളവരുമുണ്ട്, മധ്യവർത്തികളായ ഭൂലോകത്തിലുള്ളവരുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു ജഗത്തിനെയോ ഈ മിന്നാമിനുങ്ങുകളെ പോലെയുള്ള ജീവന്മാരെയോ ജ്ഞാനി അറിയുന്നേ ഇല്ല. അദ്ദേഹത്തിൻ്റെ അടുത്താണ് നമ്മൾ ഉപദേശത്തിന് പോണത്. കുറെ കഷ്ടപ്പെട്ട് ഈ ദ്വൈതത്തിലേക്ക് അവരുടെ മനസ്സിനെ വലിച്ച് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് മാത്രമേ ഈ സത്യം ഉപദേശിക്കാൻ പോലും കഴിയൂ. അവരുടെ അനുഭവതലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനും വളരെ വളരെ അകലെയാണ്. ആത്മതലമാണ് അവരുടെ തലം. വാഴ് ജഗത്തൈ യാരറിവർ. ജീവന്മാർ വാഴുന്ന ഈ ജഗത്തിനെ, ലോകത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ യാരറിവർ, ആരറിയുന്നു എന്ന് പറഞ്ഞാൽ ഏത് ജ്ഞാനി അറിയുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനി അറിയുന്നില്ല എന്നാണ്. ജ്ഞാനി ഈ പ്രപഞ്ചത്തിനെയും അംഗീകരിക്കുന്നില്ല, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ജീവന്മാരെയും അംഗീകരിക്കുന്നില്ല. അദ്ദേഹം അംഗീകരിക്കുന്നത് ഒരൊറ്റ തത്വം, അത് ആത്മതത്വം, ബ്രഹ്മതത്വമാണ്. അതിനെ അല്ലാതെ അദ്ദേഹം വേറെ ഒന്നിനെയും ഉള്ളുകൊണ്ട് ഗ്രഹിക്കുന്നില്ല. ദ്വൈതം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്മരണയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. മനഃപൂർവ്വം അദ്ദേഹം ഈ ദ്വൈതത്തെ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത്. ശരീരത്തിൽ വേദന വരുമ്പോൾ നമ്മൾ വേദന കടിച്ചമർത്താറില്ലേ, പുറത്ത് പ്രകടിപ്പിക്കാതെ? അതുപോലെ ഒരു സപ്രഷൻ അല്ല. ദ്വൈതത്തെ ബുദ്ധി അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതെന്തുകൊണ്ട്? തത്വബോധം ഉറച്ചു പോയതുകൊണ്ട്. ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യം ബുദ്ധിക്ക് നല്ലതുപോലെ ഉറപ്പായി. ആ ബോധ്യം വന്നതുകൊണ്ട് അത് രണ്ടാമതൊന്നിനെ, അന്യമായതിനെ, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട ഒന്നിനെ അത് അനുസരിക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഏത് ജ്ഞാനിയാണ് ഈ ലോകത്തെയും ലോകത്തിലെ ജീവന്മാരെയും അറിയുക? അന്ത അറിവ് ഉദയം, അന്ത അറിവ് ഉദയം സൂര്യൻ കാൺ. അവരുടെ ഉള്ളിൽ ആത്മജ്ഞാനം ഉദിച്ചിരിക്കുന്നു. അതെങ്ങനെയാ ഉദിച്ചത്? സൂര്യനെ പോലെ ഉദിച്ചിരിക്കുന്നു. സൂര്യോദയമായി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിന്റെ കണിക പോലും ബാക്കിയില്ല. അറിവ് ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. ഒരു 10,000 ആദിത്യന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ. അപ്പൊ എന്തെങ്കിലും അവ്യക്തത ആ പ്രകാശത്തിൽ ഉണ്ടാവും. നമ്മുടെ ശ്രീകൃഷ്ണൻ 1000 എന്നേ പറഞ്ഞു. ദിവി സൂര്യ സഹസ്രസ്യ. 1000 സൂര്യൻ ഒരുമിച്ചുദിച്ചതുപോലെയാണ്
തന്റെ വിശ്വരൂപത്തെ കൃഷ്ണൻ കാണിച്ചു കൊടുത്തത് എന്നാണ്. അർജുനന്റെ കണ്ണഞ്ചിപ്പോയി എന്ന്. ആ പ്രകാശത്തെ കാണാൻ അർജുനന് കഴിഞ്ഞില്ല. അത്ര തീവ്രമായ പ്രകാശമായിരുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ 1000-ന് പകരം 10,000 എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വേറൊരാൾ ലക്ഷമോ 10 ലക്ഷമോ കോടി എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അവിടെ 10ന്റെ ഗുണിതങ്ങൾ നടക്കണ്ട. അസാധാരണമായ തീവ്രതയുള്ള പ്രകാശം, അനുഭവ പ്രകാശം. അനുഭവം മാത്രം പ്രകാശിച്ചു നിൽക്കുമോ? അനുഭവം മാത്രം പ്രകാശിച്ചു നിൽക്കും. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചം അനുഭവത്തോടൊപ്പം നാമരൂപങ്ങളും ചേർന്ന് പ്രകാശിക്കുന്നതാണ്. ഈ നാമരൂപ പ്രകടനം മനസ്തലത്തിലാണ്, മായയിലാണ്. ആ മനസ്സിനെ ഒരു തത്വദർശി അതിക്രമിക്കുമ്പോൾ കേവലമായ അനുഭവ പ്രകാശം മാത്രമായി അദ്ദേഹത്തിന് അനുഭവപ്പെടും. അത് 10,000 സൂര്യന്മാരെക്കാളും പ്രകാശമുള്ളതാണ്. എന്തിനങ്ങനെ പറഞ്ഞു? അതിൽ യാതൊരു അവ്യക്തതയുമില്ല. ഈ ആത്മാനുഭവത്തിൽ അതെന്തോ ഒരു അർദ്ധബോധാവസ്ഥയിൽ അനുഭവപ്പെടുന്ന നമ്മളൊരു മയക്കത്തിനിടയ്ക്ക് എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ഒന്നാണ് ഈ ആത്മാനുഭവം എന്ന് പലരും വിചാരിച്ചിട്ടുണ്ട്. അതല്ല, വ്യക്തമായി നട്ടുച്ചയ്ക്ക് റോഡിൽ കിടക്കുന്ന ഒരു വസ്തു, പേനയോ കല്ലോ, അത് കാണാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ടോർച്ചിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അവിടെ മധ്യാഹ്ന സൂര്യൻ. അതുപോലെ ഈ അനുഭവം തന്നെ വെളിവാക്കിക്കൊണ്ട് പ്രകാശിക്കുമ്പോൾ അതിൽ അല്പം പോലും സംശയത്തിനോ അവ്യക്തതയ്ക്കോ സ്ഥാനമില്ല. വ്യക്തമായി അറിയാൻ പറ്റുന്ന അന്ത അറിവ് ഉദയം. ഈ പ്രപഞ്ചവുമില്ല, ജീവന്മാരുമില്ല എന്നുള്ള അറിവ് ജ്ഞാനസൂര്യന്റെ ഉദയമാണ്. ദ്വൈതത്തിനെയൊക്കെ തുടച്ചു നീക്കിക്കൊണ്ടാണ് അദ്വൈതം ഉദിച്ചുയരുന്നത്. അന്ത അറിവ് ഉദയം സൂര്യൻ. അത് സൂര്യനെ പോലെയാണ്. സൂര്യന്റെ മുമ്പിൽ ഇരുട്ടിന് നിൽക്കക്കള്ളിയില്ല. കണ്ടോളൂ, മനസ്സിലാക്കിക്കൊള്ളൂ. ഉൻ നീഴലൈ കെടുത്ത ഉച്ചിയിലെ. നീഴൽ എന്ന് പറഞ്ഞാൽ നിഴൽ എന്നർത്ഥം. ഉൻ നിഴലൈ കെടുത്ത ഉച്ചിയിലെ. നിന്റെ നിഴലിനെ നശിപ്പിച്ച മധ്യാഹ്ന സൂര്യൻ എപ്രകാരമാണോ ആകാശത്തിൽ പ്രകാശിക്കുന്നത്. എപ്പോഴാ നമുക്ക് നിഴലുണ്ടാവുക? മധ്യാഹ്ന സമയത്ത്. അതായത് സൂര്യൻ നമ്മുടെ തലയുടെ നേരെ മുകളിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നിഴലില്ലാത്തത്. അതിന് മുമ്പുമുണ്ട്, അതിന് ശേഷവുമുണ്ട്. മധ്യാഹ്ന സൂര്യൻ, നട്ടുച്ച നമ്മൾ പറയാറുണ്ടല്ലോ, ആ നട്ടുച്ചയ്ക്ക് സൂര്യൻ എല്ലാ നിഴലിനെയും നശിപ്പിക്കുന്ന സൂര്യനാണ് നിഴലുണ്ടാക്കുന്നത്. ഇതേ സൂര്യൻ തന്നെ നട്ടുച്ചയ്ക്ക് എല്ലാ നിഴലിനെയും ഇല്ലാതെയാക്കും. എന്തുകൊണ്ട്? തലയുടെ നേരെ മുകളിലാണ്. അതാണ് ഉൻ നീഴലൈ കെടുത്ത ഉച്ചിയിലെ. നിന്റെ നിഴലിനെ നശിപ്പിച്ച. ഇവിടെ നമ്മുടെ നിഴൽ എന്ന് പറയുന്നത് അഹങ്കാരമാണ്. പക്ഷെ നാം അഹങ്കാരം എന്ന് കരുതി ജീവിക്കുന്നു. അഹങ്കാരവുമായി താതാത്മ്യപ്പെട്ട് കഴിയുന്നു. അതിനെന്ത് വേണം? ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നിഴലില്ലാതെയാവണം. നിഴലുണ്ടെങ്കിലല്ലേ അതുമായിട്ട് താതാത്മ്യപ്പെടൂ. നിഴലില്ലെങ്കിൽ, ഈ നിഴൽ നമ്മൾ ഉണ്ടാക്കിയതല്ല. ഒരു പരമാത്മ സത്യത്തിൽ അഹങ്കാരം വെറും ഭ്രമരൂപത്തിൽ പൊന്തി അതുമായിട്ട് ഈ ബോധം താതാത്മ്യപ്പെട്ടു. അങ്ങനെയാണ് ജീവൻ ഉണ്ടായത്. ആ ജ്ഞാനസൂര്യൻ ഉദിക്കുമ്പോൾ അഹങ്കാരമാകുന്ന നിഴൽ ഇല്ലാതെയാവുന്നു. നീഴലയിൽ കെടുത്ത ഉച്ചിയിലെ ഊനമറശൊന്നാർ. ഊനം എന്ന് പറഞ്ഞാൽ വൈകല്യം, അപൂർണത എന്നാണ്. ഈ ജീവന്റെ ഉള്ളിൽ എന്നും ഒരു ന്യൂനതയോ വൈകല്യമോ ഉണ്ട്. എന്താണ് ആ വൈകല്യം? ഞാനൊരു വ്യക്തിയാണ് എന്നുള്ളത് തന്നെ. ആ ഒരു പരിമിതി, ഒരു സങ്കുചിത മനോഭാവം, അതിനെ ആരാ നീക്കേണ്ടത്? ഈ പരമാത്മാവ് തന്നെ നീക്കിത്തരണം. അതാണ് ശരിക്കുള്ള ഈശ്വരാനുഗ്രഹം. അല്ലാതെ ധനവും പ്രശസ്തിയും ഒന്നുമല്ല. ഈ അഹങ്കാരത്തെ മാറ്റിത്തരാൻ ആ സർവേശ്വരൻ തന്നെ ജീവനെ സഹായിക്കണം. അത് വാസ്തവത്തിൽ ജീവനെ സഹായിക്കുന്നതാണ് എന്ന് പറയാം. അദ്ദേഹം അദ്ദേഹത്തെ സഹായിക്കുന്നു എന്നും പറയാം. കാരണം അദ്ദേഹമാണ് ജീവനായി പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് ഹി ഈസ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്. അദ്ദേഹം അദ്ദേഹത്തെ തന്നെ സഹായിക്കുന്നു. പിന്നെ ഞാൻ എന്നുള്ള ഭാവം നമ്മളിൽ ഉള്ളത് കൊണ്ട്, നമ്മൾ ആത്മാവിൽ നിന്ന് അന്യമാണ് എന്ന് കരുതുന്നത് കൊണ്ട് അദ്ദേഹം നമ്മെ സഹായിക്കുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. വാസ്തവത്തിൽ അത് മാത്രമേ ഉള്ളൂ. അതിൽ ഭ്രമരൂപത്തിൽ പൊന്തിയതാണ് ഈ ജഗത്തും ജീവനും. അതിനെ വാസ്തവത്തിൽ ആരും മാറ്റുന്നില്ല. മാറ്റുന്നു എന്നൊക്കെ നമ്മൾ വെറുതെ ഒരു പറച്ചിലിന് വേണ്ടി പറയാമെന്നല്ലാതെ
ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, ആരും ഭ്രമത്തിൽ അകപ്പെട്ടിട്ടില്ല, ബന്ധം തന്നെ ഇല്ല. ഇനിയിപ്പോ എന്തിനാ മോക്ഷം? അത് അന്തിമമായ സത്യം. അതിനു മുമ്പ് നമുക്ക് ബന്ധം, ദുഃഖം, ഭയം, ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുക തന്നെ വേണം. ഊനമറശ്വന്നാർ, എൻ്റെ ഉള്ളിലെ വൈകല്യത്തെ, അപൂർണതയെ, സങ്കുചിത ഭാവത്തെ നീക്കാൻ വേണ്ടി പറഞ്ഞു. ആര് പറഞ്ഞു? എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, തിരുஞான സംബന്ധ സ്വാമികൾ പറഞ്ഞു. ഊനമറച്ചൊന്നാർ അവത്തൈകൾ ഐന്തും, അവത്തൈ അവസ്ഥ, 5 അവസ്ഥകളെയും അദ്ദേഹം വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്തിന്? ഈ അഹങ്കാരത്തെ പതുക്കെ പതുക്കെ വിലയിപ്പിക്കാൻ വേണ്ടി. എന്താണ് 5 അവസ്ഥ? 3 അവസ്ഥ നമുക്കറിയാം: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഇനി തുര്യം അല്ലെങ്കിൽ തുരീയം, 4ാമത്തെ ഒരവസ്ഥയുണ്ട്. ഈ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തികളെ കടന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. തുര്യത്തെയും കടന്ന് വേറൊരവസ്ഥയുണ്ട്, തുര്യാതീതം. തുര്യത്തിനും അതീതമായത് ശുദ്ധമായ ബ്രഹ്മസ്വരൂപം. നമുക്ക് വേണമെങ്കിൽ ജീവൻ മുക്തനെ തുര്യസ്ഥിതിയിൽ കഴിയുന്നവനെന്നും വിദേഹമുക്തനെ തുര്യാതീതത്തിൽ കഴിയുന്നവൻ എന്നും പറയാം. ഒരു തരത്തിലുള്ള വ്യത്യാസം അതിലില്ല. ശരീരം എന്നുള്ളത് ഒരു നിഴല് പോലെ ചേർന്നിരിക്കുമ്പോൾ അതിന് തുര്യമെന്നും, ആ ശരീരം എന്നുള്ള നിഴലിനെയും ഉപേക്ഷിച്ച് ആ സത്യമായി, കേവല സത്യമായി അവശേഷിക്കുന്നതിന് തുര്യാതീതം എന്നും പറയുന്നു. ഈ 5 അവസ്ഥകളെ കുറിച്ചുള്ള അറിവ് എൻ്റെ ആചാര്യൻ എനിക്ക് ഉപദേശിച്ചു തന്നു. കൂരിരുട്ടുള്ള രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ പോലെ ഈ ജഗത്തിൽ വാഴുന്ന ജീവാത്മാക്കളെയും അവരുടെ പ്രപഞ്ച വാഴ്ചയെയും ജ്ഞാനികൾ കൂട്ടാക്കുന്നതേയില്ല. അവർ ഇങ്ങനെ ഒരു ലോകത്തെയോ ജീവന്മാരെയോ രേഖപ്പെടുത്തുന്നേയില്ല. രേഖപ്പെടുത്തിയിട്ട് വേണ്ടേ അവർ ഇതിൽ ഭ്രമിക്കാനോ മോഹിക്കാനോ ഒക്കെ? ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് അവർ അംഗീകരിക്കുന്നേയില്ല. അവരംഗീകരിച്ചിട്ടുള്ളത് ബ്രഹ്മത്തെ മാത്രമാണ്. ജ്ഞാനോദയം അവർക്ക് അർക്കോദയം പോലെയാകയാൽ അവരിൽ അജ്ഞാനം ശേഷിച്ചു നിൽക്കുന്നില്ല. കാലത്തും വൈകിട്ടും നീളുന്ന തൻ്റെ നിഴൽ നട്ടുച്ച നേരത്ത് കുറുകി അദൃശ്യമാകുന്നത് പോലെ സകല കേവലങ്ങളുടെ മധ്യത്തിൽ, സകളം കേവലം, സകളം കേവലം, കളം എന്നുള്ളതിന് കലം എന്നും പറയാം. സകലം കേവലം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളോട് കൂടിയ, നാമരൂപങ്ങളോടുകൂടെ ചേർന്ന് പ്രകാശിക്കുന്ന ബോധാനുഭവമാണ് സകലം. നാമരൂപങ്ങളെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ബോധത്തെയാണ് നിഷ്കലം അല്ലെങ്കിൽ നിഷ്കളം എന്ന് പറയുന്നത്. സകല കേവലങ്ങളുടെ മധ്യത്തിൽ അവരുടെ മനസ്സ് നിശ്ചലമായിരുന്ന് ലയം പ്രാപിക്കുകയാൽ ആ നടുനിലയിൽ തന്നെ ജാഗ്രതാദി 5 അവസ്ഥകളും അവർ സൂക്ഷ്മമായി ദർശിക്കുന്നു. ഈ 5 അവസ്ഥയുടെയും സാക്ഷിയാണ്. വാസ്തവത്തിൽ തുര്യാതീതം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം തന്നെയാണ്. പക്ഷേ അതെന്താണെന്ന് ഈ ജീവൻ അറിഞ്ഞതുകൊണ്ടാണല്ലോ ഈ 5 അവസ്ഥകളുണ്ട് എന്ന് ജ്ഞാനികൾ പറയുന്നത്. അപ്പോൾ അവർ ഈ 5 അവസ്ഥകളിലും പെടുന്നവരല്ല. എല്ലാറ്റിനെയും, അതായത് നിർഗുണത്തെയും സഗുണത്തെയും വേണ്ട പോലെ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു? സാക്ഷി മാത്രരായി നിന്നിട്ട്, ഒരവസ്ഥയുമായി താതാത്മ്യപ്പെടാതെ ശുദ്ധമായി എല്ലാറ്റിനെയും കണ്ടുകൊണ്ട് അവർ സ്ഥിതി ചെയ്തു. അതുകൊണ്ട് ഈ വിദേഹമുക്തി എന്നൊരു അവസ്ഥയെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ടല്ലോ. വിദേഹമുക്തി എന്ന് പറഞ്ഞാൽ ശരീരം പോലും പതിച്ചു കഴിഞ്ഞു, ആ കേവലമായ സത്യമായി നിൽക്കുകയാണ്. ജീവൻ മുക്തൻ കൈവരിക്കുന്ന അവസ്ഥയാണ് വിദേഹമുക്തി. വിദേഹമുക്തനായ ഒരാൾക്ക് അതെന്താണെന്ന് തിരിച്ച് നമ്മോട് വന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ജ്ഞാനികൾ അല്ലെങ്കിൽ സത്യദർശികൾ എങ്ങനെ ഈ വിദേഹമുക്തി എന്നൊരവസ്ഥയുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കി? അവര് ശരീരത്തോടും മനസ്സോടും കൂടി ഇരിക്കവെയാണല്ലോ. അതെങ്ങനെ അവർ കണ്ടുപിടിച്ചു? അതാണ് അവരുടെ മഹത്വം. ഈ ശരീരം പോലും പതിച്ചു കഴിഞ്ഞാൽ താൻ എങ്ങനെയായിരിക്കും നിൽക്കുക എന്നവർ നിന്നിട്ട് നമ്മോട് പറഞ്ഞതാണ്. അപ്പൊ അത് ആ ശരീരം പതിക്കുന്നത് വരെ അവർ കാത്തു നിൽക്കുന്നില്ല. ആ അവസ്ഥയെയും അനുഭവിച്ചിട്ട് നമ്മോട് പറഞ്ഞതിന് ശേഷം ശരീരത്തെ വിടുന്നവരാണ്. അതുകൊണ്ടാണ് എല്ലാറ്റിനും സാക്ഷി എന്ന് പറഞ്ഞത്. ആ നടുനിലയിൽ തന്നെ ജാഗ്രതാദി 5 അവസ്ഥകളും അവർ സൂക്ഷ്മമായി ദർശിക്കുന്നു. ഈ ശുദ്ധാവസ്ഥകൾ 5ഉം ആദ്യം തത്വങ്ങളെ നേതി ചെയ്തു മാറ്റുവാനും പിന്നീട് ശുദ്ധ ശിവത്തിൽ ലയിച്ചു നിൽക്കുവാനും ഇങ്ങനെ 2 തരത്തിൽ ഒന്നിനു ശേഷം ഒന്നായി ഉപകരിക്കുന്നു.
ഈ അഞ്ചവസ്ഥകളിൽ ഒന്നിൽ പോലും ജ്ഞാനി പെട്ടുപോകുന്നില്ല. ജീവന് പറ്റുന്ന കുഴപ്പം മനസ്സിന്റെ ഓരോരോ തലങ്ങൾ മാറി മാറി വരുമ്പോൾ അതാത് തലങ്ങളുമായി ഈ ജീവൻ തന്നെ ബന്ധിപ്പിക്കുന്നു. എന്നിട്ട് ആ അവസ്ഥയിൽ എന്താണോ അനുഭവിക്കാൻ കിട്ടുന്നത് അതിനെ അനുഭവിക്കുന്നു. ജാഗ്രതത്തിൽ എന്താ? ഇന്ദ്രിയങ്ങളും ബാഹ്യ വിഷയങ്ങളും ഉണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിന്റെ സഹായത്തോടെ ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കുന്നു. ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വിചാരമാണ്. നമ്മൾ ഉണർന്നിട്ടേ ഇല്ല, ഉറക്കത്തിലാണ്. ഉണർവ് ഞാൻ ജാഗ്രതത്തിലാണെന്ന് വിചാരിക്കുന്നു. ഇനി അതിനെ ഉപേക്ഷിച്ചിട്ട് നിദ്രയിലേക്ക് കടന്നാൽ പുറം ലോകങ്ങളെ മനസ്സറിയുന്നില്ല. മനസ്സ് ഉള്ളിൽ ഒരു ലോകത്തെ ഉണ്ടാക്കുന്നു. അവിടെയും നാമരൂപങ്ങളുണ്ട്, പലതും അനുഭവിക്കാനുണ്ട്. അതിനെ ഉൾത്തലത്തിൽ അനുഭവിച്ചുകൊണ്ട് ജീവൻ കഴിയുമ്പോഴാണ് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത്. ഇനി എല്ലാ ദൃശ്യങ്ങളെയും വിട്ടിട്ട് മനസ്സിന്റെ ചലനം തന്നെ ഉപശമിച്ചിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് സുഷുപ്തി, ഗാഠനിദ്ര, ഡീപ് സ്ലീപ്പ്. ഇത് മൂന്ന് മാത്രമേ നമുക്കറിയാവൂ. ഈ മൂന്നിനെയും കടന്നു പോയാലാണ് ജീവൻ മുക്തന്റെ സ്ഥിതി കൈവരിക. അദ്ദേഹം ജാഗ്രതയിലല്ല. എന്തുകൊണ്ട്? പുറം വിഷയങ്ങളെ സത്യമാണെന്നോ അവ തന്നെ സുഖിപ്പിക്കും അല്ലെങ്കിൽ ദുഃഖിപ്പിക്കും തുടങ്ങിയ വിചാരങ്ങളൊന്നും ഇല്ലാതെ ആണ് അദ്ദേഹം കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജാഗ്രത പോലെയാണ് ജീവൻ മുക്തന്റെ ജാഗ്രത എന്ന് പറയുന്നത്. അയാൾ ഉണർന്നിരിക്കുകയാണ് ശരി, പക്ഷെ നമ്മൾ ഉണർവിൽ എന്തിനെയാണോ അനുഭവിക്കുന്നത് ആ അനുഭവം അദ്ദേഹത്തിന് ഇല്ല. മോഹമില്ല. ഇന്ദ്രിയങ്ങളും മനസ്സും പലതിനെയും അനുഭവിച്ചാലും ഉള്ളിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജാഗ്രതയിൽ നിന്നും ഭിന്നമാണ് ജീവൻ മുക്തന്റെ ജാഗ്രത. അതുപോലെ നമ്മുടെ സ്വപ്നത്തിൽ നിന്നും ഭിന്നമാണ് ജീവൻ മുക്തന്റെ സ്വപ്നം. നമ്മൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നാവസ്ഥയിൽ താതാത്മ്യപ്പെടുന്നു, ജാഗ്രതയിൽ എന്ന പോലെ. അങ്ങനെയാണ് സ്വപ്നത്തിൽ പലതും കണ്ടിട്ട് ചിരിക്കുകയും കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ജീവൻ മുക്തൻ ജാഗ്രതത്തിനെ തന്നെ സത്യമെന്ന് കരുതുന്നില്ല. അയാൾ അങ്ങനെ സ്വപ്നത്തെ സത്യമെന്ന് കരുതുന്നു. അപ്പൊ അദ്ദേഹം വെറും കാഴ്ചക്കാരനായി അവശേഷിക്കുന്നു. ജാഗ്രതത്തിൽ എന്ന പോലെ സ്വപ്നത്തിലും അദ്ദേഹത്തിന് സാക്ഷിഭാവമാണ് ഉണ്ടാവുന്നത്. സ്വപ്ന ദൃശ്യങ്ങൾ ഉണ്ടാവും, അതില്ല എന്ന് പറയുന്നില്ല. അതിൽ പെട്ടുപോകുന്നില്ല, അതുമായി താതാത്മ്യപ്പെടുന്നില്ല. ഇനി സുഷുപ്തി. സുഷുപ്തി എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് ലയിച്ചു പോകുന്ന അവസ്ഥ. വിദേഹമുക്തന്റെ മനസ്സ് അങ്ങനെ ലയിക്കുന്നില്ല. എന്തുകൊണ്ടെന്നോ? ലയിക്കാൻ ഉള്ള ഇടം ഇല്ല. ഈ മനസ്സ് എവിടെയാ ചെന്ന് ലയിക്കുന്നത്? ഉറക്കത്തിൽ. ഇതൊക്കെ ഗവേഷണം ചെയ്തിട്ടാണ് ഋഷികള് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഈ ഉറക്കത്തിൽ മനസ്സ് ലയിച്ചു പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എവിടെ ചെന്ന് ലയിക്കുന്നു? മറ്റുള്ളതെല്ലാം മനസ്തലത്തിലാണ്. ഈ മനസ്സ് ലയിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ? ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? മനസ്സ് ലയിക്കുന്നത് അതിന്റെ ഉദ്ഭവസ്ഥാനത്താണ്. അത് തൽക്കാലം നമുക്കറിയില്ല. മനസ്സിന്റെ ഉദ്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അതെന്താണെന്ന് ചോദിച്ചാൽ അത് മാത്രം പറയാൻ സാധ്യമല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, വാസനകളൊക്കെ ലയിച്ചു കിടക്കുന്ന ഒരു തലം. അതിൽ നിന്നാണ് മനസ്സ് പൊന്തുന്നത്. അതിലേക്ക് തന്നെയാണ് മനസ്സ് ലയിക്കുന്നത്. ഈ ജീവൻ മുക്തനുണ്ടല്ലോ, ജീവൻ മുക്തൻ ഈ സുഷുപ്തി അവസ്ഥയെയും അനുഭവിക്കുന്നില്ല. പിന്നെ അയാൾ എന്താ അനുഭവിക്കുക? തൻ്റെ മനസ്സ് അജ്ഞാനം അല്ലെങ്കിൽ അവ്യക്തം എന്നുള്ള അവസ്ഥയിലേക്ക് കടക്കുന്നതിനെ അയാൾ മാറി നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ഉറക്കം പോലെയല്ല. ഉറക്കത്തിന്റെ കാഴ്ചക്കാരനാണ് അദ്ദേഹം. നമുക്കത് സാധ്യമല്ല. നമ്മൾ ബാക്കിയുള്ളതിനെയൊക്കെ വിലയിരുത്തുന്നത് മനസ്സിനെ അല്ലെങ്കിൽ ബുദ്ധിയെ വെച്ചിട്ടാണല്ലോ. ആ ബുദ്ധി ഉൾപ്പെടെയുള്ളവ ഈ അജ്ഞാനത്തിൽ അല്ലെങ്കിൽ വാസനകളിൽ ലയിച്ചു പോകുന്നത് കൊണ്ട് നമുക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ സാധ്യമല്ല. പക്ഷേ മനസ്ഥലത്തെ അതിവർത്തിച്ച ഒരു ജീവൻ മുക്തന് ഈ മനസ്സ് എവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു, അതെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇത് എവിടെ തിരിച്ചു ലയിക്കുന്നു, ഇതെല്ലാം വ്യക്തമായി അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞവരാണ് നമ്മോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ സുഷുപ്തിയുടെയും സാക്ഷിയാണ് ജീവൻ മുക്തൻ. ഇനി തുര്യം എന്നൊന്ന് പറയുന്നുണ്ടല്ലോ, ആ തുര്യത്തിലാണ് അദ്ദേഹത്തിന്റെ എപ്പോഴും ഉള്ള സ്ഥിതി. കേവലമായ ആത്മതലം എന്നർത്ഥം. അപ്പൊ പിന്നെ ഈ തുര്യാതീതമോ? തുര്യാതീതം എന്ന് പറഞ്ഞാൽ വിദേഹമുക്തന്റെ അവസ്ഥയാണ്. ഇദ്ദേഹം വിദേഹമുക്തനായിട്ടില്ല, ശരീരത്തോടു കൂടി ഇരിക്കുകയാണ്. എന്നാലും ആ തലത്തിൽ ചെന്ന് അല്പനേരം ഇരുന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെയാണ് വിദേഹമുക്തി എന്നൊരു സ്ഥിതി ഉണ്ട് എന്ന് ഇവർ അറിഞ്ഞ് നമ്മോട് പറഞ്ഞു. ഇതൊക്കെ വളരെ സൂക്ഷ്മമായ തലങ്ങളാണ്.
നമ്മൾ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ചിന്തിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യം, തുര്യാതീതം എന്ന് 5 അവസ്ഥകളുണ്ട് എന്നാണ്. ആദ്യം തത്വങ്ങളെ നേതി ചെയ്ത് മാറ്റുവാനും, നേതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേതി പ്രക്രിയ, ഇതല്ല എന്ന് പറഞ്ഞ് സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ഓരോന്നിനെയായി തള്ളിക്കളയുക. ഏറ്റവും അവസാനം ഈ തള്ളിക്കളയുന്നവനെയും തള്ളിക്കളയുക. അവിടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. തള്ളിക്കളയുന്നവനെ എന്തുകൊണ്ട് തള്ളിക്കളയും? അവനെ തള്ളിക്കളയാൻ വേറെ ആരുമില്ലല്ലോ. ഞാൻ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു മാറ്റുകയാണ്. എല്ലാത്തിനെയും അങ്ങനെ ഒഴിച്ചു മാറ്റിയാൽ ഈ ഒഴിച്ചു മാറ്റിയവനുണ്ടാവുമല്ലോ, അവനെ ആരൊഴിച്ചു മാറ്റും? എങ്ങനെ ഒഴിച്ചു മാറ്റും? പക്ഷേ അവനെ ഒഴിച്ചു മാറ്റുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം ഈ ഒഴിച്ചു മാറ്റുന്നവൻ എന്നൊരാൾ യഥാർത്ഥത്തിലില്ല. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ തനിയെ മൂടൽമഞ്ഞ് പോലെ അലിഞ്ഞു പോകും. അറിവിന്റെ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ ജീവഭാവം തന്നെ അലിഞ്ഞ് ഇല്ലാതെയാകും, ഉരുകിപ്പോകും. അതുകൊണ്ട് നമ്മുടെ ഈ തലത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത്. എല്ലാത്തിനെയും മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അവശേഷിക്കുമല്ലോ, ഈ ഞാനിനെ എങ്ങനെ ഇല്ലാതെയാക്കും? ആരില്ലാതാകും? തത്വബോധം നിശ്ചയമുണ്ടെങ്കിൽ ഈ ഞാൻ തനിയെ ഇല്ലാതായിപ്പോകും. സത്യത്തിന്റെ മുമ്പിൽ അസത്യത്തിന് പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയില്ല. ജീവബോധം കള്ളമാണ്, മിഥ്യയാണ്. സത്യം ഉദിച്ചു കഴിഞ്ഞാൽ ഇവൻ 7 കടലും കടന്ന് പറക്കും. പക്ഷെ അതുവരെ ഇവനാണ് ഏറ്റവും മുഖ്യൻ, പ്രധാനി ഇവനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിക്കുന്നത്. പക്ഷെ സത്യത്തിന്റെ പ്രകാശത്തിൽ ഇവൻ ഇല്ലാതെയാവും. അപ്പൊ തത്വങ്ങളെ ആദ്യം നേതി ചെയ്ത് മാറ്റുവാനും പിന്നീട് ശുദ്ധശിവത്തിൽ ലയിച്ചു നിൽക്കാനും ഇങ്ങനെ 2 തരത്തിൽ ഒന്നിനു ശേഷം ഒന്നായി ഉപകരിക്കുന്നു. എന്ത്? ഈ 5 അവസ്ഥകളെ കുറിച്ചുള്ള അറിവ്. ആ അറിവ് എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശിച്ചു തന്നു എന്നാണ് പറയുന്നത്. അടുത്ത പദ്യം വായിക്കാം. മെയ്യാക തോன்றிவிடும் பொய்யை விசாரிக்கில் பொய்யாய் சுவர்பாம்பாய் போமன்றி ஐயா தொழிலை செய்தானு சோரனை போல் தோன்றி கடல பறையறைதல் காண். മെയ്യാക തോன்றிவிடும் പൊയ്யை വിശാരിക്കിൽ. മെയ്യ് എന്ന് പറഞ്ഞാൽ സത്യം. മലയാളത്തിലെ മെയ്യ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം. മെയ് പൊയ്, സത്യം കള്ളം അല്ലെങ്കിൽ മിഥ്യ. മെയ്യാക തോன்றிவிடும் പൊയ്யை വിശാരിക്കിൽ. സത്യമാണ് എന്ന് തോന്നുന്ന കള്ളത്തെ വിശകലനം ചെയ്താൽ, വിശാരിക്കിൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ, അതെന്താണെന്ന് അടുത്ത് ചെന്ന് പരിശോധിച്ചാൽ ഏതാണ് ഇവിടെ സത്യമായിട്ട് നമുക്ക് തോന്നുന്നത്? പ്രപഞ്ചം. അതോടൊപ്പം എൻ്റെ ഉള്ളിലെ അഹങ്കാരവും പ്രപഞ്ചവും പ്രപഞ്ചത്തെ ഉണ്ടെന്ന് അനുഭവിക്കുന്ന അഹങ്കാരവുമാണ് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് സത്യം. അപ്പൊ അതാണ് മെയ്യായിട്ട് തോന്നുന്നത്. പക്ഷേ അത് പൊയ്യാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പൊയ് എന്ന് പറഞ്ഞാൽ കള്ളം, മിഥ്യ. മെയ്യാക തോன்றிவிடும் പൊയ്யை വിശാരിക്കിൽ, അന്വേഷിച്ചാൽ അതെന്താണെന്ന് ചികഞ്ഞ് പരിശോധിച്ചാൽ പൊയ്യായി ശുവർപ്പാമ്പായി പോമன்றി, പൊയ്യായി കള്ളമായി അപ്രത്യക്ഷമാകും. സത്യത്തെ, ഈ സത്യം എന്ന് പറയുന്നത് എന്താ? കള്ളമാണ് സത്യത്തിന്റെ വേഷം കെട്ടി വരുന്നത്. മിഥ്യയാണ് സത്യം എന്ന പോലെ കാണപ്പെടുന്നത്. അതിനെ വിശകലനം ചെയ്യുമ്പോൾ പൊയ്യായി, അത് കള്ളമാണ് എന്ന് ബോധ്യപ്പെടും. കാരണം അത് യഥാർത്ഥത്തിൽ കള്ളമാണ്. സത്യത്തിന്റെ വേഷം അണിഞ്ഞു വന്നു. നമ്മൾ കുറെ കാലം അതിനെ സത്യമെന്ന് കരുതി. അവസാനം വിശകലനം ചെയ്തപ്പോ അത് കള്ളമാണെന്ന് മനസ്സിലായി. അപ്പൊ കള്ളത്തിന്റെ ഉണ്മ പിടികിട്ടി. കള്ളത്തിന്റെ ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താ? അത് കള്ളമാണ് എന്നുള്ള സത്യം. അതാണ് കള്ളത്തിന്റെ സത്യം. കള്ളം എങ്ങനെയാ സത്യമാവുന്നത്? അങ്ങനെയല്ല. കള്ളം കള്ളമാണ് എന്ന് മനസ്സിലായി. പൊയ്യായി ചുവർപ്പാമ്പായി പോം, അത് ചുവരിലെ പാമ്പായിട്ട് തീരും, പൊയ്പോവും. ചുവരിലെ പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചുവരില് ഒരു പാമ്പിന്റെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചായമൊക്കെ ഉപയോഗിച്ച് കണ്ടാൽ ശരിക്കൊരു പാമ്പ് പോലെ ഇരിക്കും. ഭംഗിയായ ഒരു പാമ്പ് വരച്ചിട്ടുണ്ട്. പക്ഷേ അത് യഥാർത്ഥ പാമ്പല്ല, ചുവർപ്പാമ്പാണത്. ചുവരിൽ വരച്ച വെറും പടം. പക്ഷെ അതിനെ പാമ്പെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്നു. ഒരു കുട്ടിയാണെന്ന് വിചാരിക്കൂ.
അത് ശരിക്കുള്ള സർപ്പമാണെന്ന് കരുതി ഭയപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം അടുത്ത് ചെന്ന് പരിശോധിച്ചപ്പോൾ അത് അനങ്ങുന്നില്ല. തൊട്ടു നോക്കിയപ്പോൾ ചുവരിലാണ് കൈ സ്പർശിക്കുന്നത്. പാമ്പിനെ തൊട്ടാൽ അങ്ങനെയല്ലല്ലോ, അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ മനസ്സിലായി ഇത് പടമാണെന്ന്. അതാണ് ചുവർ പാമ്പ്, മിഥ്യ എന്നർത്ഥം. ചുവരിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ള പാമ്പ് പോലെ പോം. പോം എന്ന് പറഞ്ഞാൽ പോകും, ഇല്ലാതാവും, അപ്രത്യക്ഷമാകും. അതിന് നമ്മുടെ മേലുണ്ടായിരുന്ന സ്വാധീനം നഷ്ടമാവും. ചുവർ പാമ്പായി പോം അൻറി, അങ്ങനെ പോകും എന്നല്ലാതെ അയ്യാ സാറേ എന്നാണ്. എൻ്റെ പൊന്ന് സാറേ, സാറന്മാരെ, ഈ പറയുന്നതൊന്ന് കേൾക്കൂ. തമിഴില് റെസ്പെക്ട് കൊടുത്ത് വിളിക്കുന്നതാണ് അയ്യാ. എന്നെ അയ്യാ ഇവിടെയെല്ലാം പേശക്കൂടാതെ അയ്യാ, സാറേ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറയാനാണ്. വളരെ ആദരവോടുകൂടി വിളിക്കുന്ന പേരാണ് അയ്യാ. ദൈവത്തെയും അയ്യാ, അയ്യാ പഴനിമലൈ വേല ഉനക്കാർ തുണൈശ്വൽ അനുകൂല എന്നൊരു കീർത്തനമുണ്ട് തമിഴിൽ. പഴനിമലയിലുള്ള സുബ്രഹ്മണ്യ, അങ്ങേക്ക് ആരാണ് തുണ? ഒറ്റയ്ക്ക് വന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വഴക്കിട്ടുണ്ട്. മാങ്ങയെ ഒരു മാമ്പഴം കിട്ടിയപ്പോൾ ചേട്ടന് കൊടുത്തു. ചേട്ടൻ അച്ഛനെ അമ്മയെ പ്രദക്ഷിണം ചെയ്തിട്ട് മാങ്ങ കൈക്കലാക്കി. ഈ സുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു? മയിലിന്റെ പുറത്ത് കയറി 3 ലോകവും പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോയി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴുണ്ട് ഗണപതി മാമ്പഴം കടിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദേഷ്യം വന്നു. എന്നെ പറ്റിച്ചല്ലേ അച്ഛനും അമ്മയും കൂടെ. ഒരു കൗബീനവും എടുത്ത് പഴനി മലയുടെ മോളിൽ ചെന്ന് ഇരിപ്പായി എന്നാണ്. അതുപോലെയാണ് ഇവിടെ പറയുന്നത്. അയ്യ തൊഴിലൈ ശെയ്റ്റാണ് ചോരനെ പോൽ. തൊഴിലൈ ശെയ്യിൽ, തൊഴിലൈ ശെയ്യിൽ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്താൽ. തൊഴിൽ എന്ന് പറഞ്ഞാൽ കർമ്മം എന്നർത്ഥം. നമ്മുടെ ഉപജീവന മാർഗം എന്നുള്ള അർത്ഥത്തിലല്ല, ഏത് കർമ്മത്തെയും തൊഴിൽ. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിലൊക്കെ ഈ തൊഴിൽ എന്നുള്ള വാക്ക് വളരെ സാധാരണമായി പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ തമിഴ്, പ്രത്യേകിച്ചും ശൈവ സിദ്ധാന്തവുമായി ശ്രീനാരായണ ഗുരുദേവന് വളരെ അടുത്ത ബന്ധമുണ്ട്. ആ തമിഴ് പദപ്രയോഗവും ഈ ഒഴിവിലൊടുക്കം എന്നുള്ള വാക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ വരുന്നുണ്ട്. ഒഴിവിലൊടുക്കം ഉദിക്കും അർക്കബിംബം. എനിക്ക് തോന്നുന്നത് ശിവശതകത്തിലാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. അവിടെ ഈ ഒഴിവിലൊടുക്കം എന്നുള്ള ഈ കൃതിയുടെ പേര് തന്നെ ഗുരുദേവൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ശൈവ സിദ്ധാന്തവുമായി വളരെ അടുത്ത് ഈ പശുപതി, പാശം, ആ വാക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഇടയ്ക്ക് കുറച്ചു കാലം ഗുരുദേവൻ കേരളത്തിൽ ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം അങ്ങനെയാണ്. കുറച്ചു കാലം എവിടെയാണ് എന്നറിയില്ല. അപ്പൊ നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാൻ പറ്റുന്നത് അദ്ദേഹം തമിഴ്നാട്ടിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് ഏതോ മഹാത്മാക്കളുമായി, സിദ്ധപുരുഷന്മാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരിക്കണം. അതിന്റെ സ്വാധീനമാണ് പിൽക്കാലത്ത് എഴുതപ്പെട്ട അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തൊഴിലൈ ശെയ്യിൽ, കർമ്മം ചെയ്താൽ. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ ഈ ചര്യ, ക്രിയ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തപസ്, അനുഷ്ഠാനം, പൂജ, ആരാധന, ഇങ്ങനെയുള്ള ഈശ്വരപരങ്ങളായ കർമ്മങ്ങൾ അത് ചെയ്താൽ ശെയ്യിൽ താണു ചോരനെ പോൽ. താണു എന്ന് പറഞ്ഞാൽ സ്ഥാണു എന്നർത്ഥം. സംസ്കൃതത്തിൽ സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണ എന്നാണ് അർത്ഥം. സ്ഥാണു പുരുഷൻ. ഇരുട്ടില് മരക്കുറ്റിയെയോ തൂണിനെയോ കള്ളൻ എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കാറുണ്ട്. ആ പൊക്കവും ഇതുമൊക്കെ ഒരു ഇരുട്ടിൽ കണ്ടാൽ പെട്ടെന്ന് നോക്കിയ ഒരാളാണ്, കള്ളനാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏതോ പിടിച്ചു പറിക്കാനും നമ്മെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ നമുക്ക് ഭ്രമിക്കാൻ കഴിയും. ഇവിടെ താണു ചോരനെ പോൽ, സ്ഥാണു പുരുഷൻ അല്ലെങ്കിൽ തൂണിനെ കള്ളൻ എന്ന് തെറ്റിദ്ധരിച്ചാൽ എങ്ങനെയോ അതുപോലെ ആ സ്ഥാണുപുരുഷനെ പോലെ. സ്ഥാണുപുരുഷനെ കണ്ടാൽ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? ബഹളം വയ്ക്കും, കള്ളൻ കള്ളൻ എന്ന് വിളിക്കും, ശബ്ദമുണ്ടാക്കി ആൾക്കാരെ കൂട്ടും. ഇതൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഈ തപസ്, വ്രതാനുഷ്ഠാനം, ഈശ്വരനെ നേടാൻ വേണ്ടി നാം ചെയ്യുന്ന എന്തും മരക്കുറ്റിയെ കള്ളനെന്ന് തെറ്റിദ്ധരിച്ച് ബഹളം വയ്ക്കുന്നത് പോലെയാണ്. കാരണം ഒരു കർമ്മത്തിൻ്റെയും ഫലമല്ല ഈശ്വരൻ. കർമ്മഫലത്തിനകത്ത് ഈശ്വരൻ മാത്രം പെടില്ല, ബാക്കി എല്ലാം അതിനകത്ത് വരും. ഭഗവാൻ മാത്രം കർമ്മത്തിന്റെ അപ്പുറത്താണ്. കർമാധ്യക്ഷ, ഉപനിഷത്ത് അതിലേ പറയുന്നത്, കർമാധ്യക്ഷ
സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. സാക്ഷിയാണ്, ചൈതന്യ സ്വരൂപനാണ്, അതേസമയം നിർഗുണനാണ്, എന്നാൽ എല്ലാ കർമ്മങ്ങളുടെയും അധ്യക്ഷനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുന്ന ആളാണ്, ഏറ്റവും വലിയ സൂപ്പർവൈസറാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഇന്നേ വരെ ഒരു സത്കർമ്മമോ ദുഷ്കർമ്മമോ നടന്നിട്ടില്ല, രണ്ടും നടന്നിട്ടില്ല. അദ്ദേഹം അറിയാതെ ഇവിടെ ഇന്നേ വരെ യാതൊന്നും നടന്നിട്ടില്ല, ഇനി നടക്കാൻ പോകുന്നുമില്ല. കാരണം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്, അനന്തമായ കണ്ണുകളോട് കൂടിയവനാണ്, എണ്ണമറ്റ കണ്ണുകളോട് കൂടിയവൻ. അദ്ദേഹത്തിന്റെ കണ്ണ് വെട്ടിച്ച് ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരും അറിയാതെ ഞാൻ ഒരു കൊലപാതകം നടത്തി അല്ലെങ്കിൽ മോഷ്ടിച്ചു, നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ അത് കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഒന്നാമത് അദ്ദേഹത്തിന് കണ്ണില്ല എന്നുള്ളതാണ്. ഇനി ഉണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിൻ്റെയാണ്, അതിലൂടെ അദ്ദേഹം കാണുന്നു. ഒരു കൊലപാതകി ആരും കാണാതെ ഒരു കുറ്റകൃത്യം ഒരു കൊലപാതകം ചെയ്തു എന്നാൽ അയാളുടെ കണ്ണിലൂടെ ആ കൊലപാതകത്തിന് സാക്ഷിയായി ഭഗവാൻ അത് കണ്ടു. അദ്ദേഹത്തെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? പക്ഷെ അങ്ങനെ ഒന്നോ ഈ ജീവന്റെ ഉള്ളിലുണ്ടെന്ന് ജീവൻ അറിയുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറ്റിച്ചു എന്ന് പറയുന്നത്. ആരും അറിയാതെ എനിക്ക് മോഷ്ടിക്കാൻ കഴിയും. ഭഗവാന്റെ കണ്ണുകൾ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു എന്നാണ്. അനന്തമായ കണ്ണുകളും ചെവികളും ശിരസ്സുകളും കൈകാലുകളും ഒക്കെ ഉള്ളവനാണ് ഈ സർവേശ്വരൻ. സ്ഥാണുച്ചോരനെ പോൽ തോன்றി സ്ഥാണുവിൽ ഒരു കള്ളൻ എങ്ങനെ ആരോപിക്കപ്പെടുന്നുവോ അജ്ഞാനിയാൽ, അതുപോലെ ഉണ്ടെന്ന് തോന്നി കഴല്, അതിനെ ഇല്ലാതെയാക്കാൻ, ആ കള്ളനെ ഓടിക്കാൻ. ഏത് കള്ളനെ? ഇല്ലാത്ത കള്ളനെ ഓടിക്കാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് പോലെ ആണ് ആത്മാവിനെ നേടാനുള്ള അജ്ഞാനികളുടെ കർമ്മകലാപങ്ങൾ. പറയറയ്ത്തൽ കാൺ, പെരുമ്പറയടിച്ച് ശബ്ദമുണ്ടാക്കുന്നത് പോലെ. എന്തിന്? കള്ളനെ ഓടിക്കാൻ വേണ്ടി. എവിടെയുള്ള കള്ളൻ? ഈ കുറ്റിയിലുള്ള കള്ളൻ അല്ലെങ്കിൽ തൂണിലുള്ള കള്ളൻ. അവിടെ കള്ളനേ ഇല്ല, തൂണ് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് സത്യത്തെ സാധനകളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ എങ്ങനെ അതിനെ നേടും? ചുമ്മാ ഇരുന്നാൽ കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ആത്മാവ് മാത്രം. വേറെ ഒന്നും ചുമ്മാ ഇരുന്നാൽ കിട്ടില്ല. ചുമ്മാ ഇരുന്നാൽ മാത്രം കിട്ടുന്ന ഒന്നാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. എല്ലാ ചലനങ്ങളും ഉള്ളിൽ അസ്തമിക്കണം. ബാഹ്യചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഉള്ളിലുള്ള മനസ്സാണ്. സങ്കല്പമാണ് ശരീര അവയവങ്ങളെ ചലിപ്പിക്കുന്നത്. ആ മനസ്സ് അടങ്ങണം, സങ്കല്പങ്ങളൊക്കെ നിരോധിക്കപ്പെടണം. ഞാനെന്നുള്ള സൂക്ഷ്മഭാവവും ഉള്ളിൽ അസ്തമിക്കണം. അപ്പോഴാണ് ആ സത്യത്തെ അനുഭവിക്കാൻ കഴിയുക. ഈ ജഗത്ത് മിഥ്യയാണെന്ന് പ്രമാണങ്ങൾ അഭിപ്രായപ്പെടുന്നുവെങ്കിലും, പ്രമാണം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, അധ്യാത്മശാസ്ത്രങ്ങൾ, ഇതെല്ലാം നമുക്ക് പ്രമാണമാണ്. അങ്ങനെയുള്ള പ്രമാണങ്ങൾ അഭിപ്രായപ്പെടുന്നുവെങ്കിലും സത്യമെന്ന അനുഭവം മാറാതെ നിൽക്കുന്നു. ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള അനുഭവം അത് മിഥ്യയാണ് എന്ന് ശാസ്ത്രങ്ങൾ ഉദ്ബോധിപ്പിച്ചാലും അത് സത്യമാണ് എന്നുള്ള ഭാവം തുടർന്ന് നിലനിൽക്കുന്നു. തത്വവിചാരം ചെയ്ത് നോക്കുന്ന പക്ഷം ഇത് ചുവരിൽ എഴുതപ്പെട്ട പാമ്പ് പോലെ വെറും മിഥ്യാവസ്തുവായി തന്നെ ജ്ഞാനിക്ക് അനുഭവപ്പെടും. തത്വജ്ഞാനം ഒന്ന് തന്നെയാണ് ഈ മിഥ്യാബോധത്തെ അകറ്റുവാൻ ഉപകരിക്കുന്ന ഉപായം. എന്നാൽ ജ്ഞാനലാഭത്തിനായി പ്രവർത്തിക്കാതെ ചിലർ അർച്ച തുടങ്ങിയ കർമാനുഷ്ഠാനങ്ങളെ കൊണ്ട്, അർച്ച എന്ന് പറഞ്ഞാൽ അർച്ചന എന്നർത്ഥം, ആരാധിക്കാൻ, പൂക്കൾ സമർപ്പിക്കാൻ, ഒരു വിഗ്രഹം, സാളഗ്രാമം, ശിവലിംഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പടം, ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. ആ അർച്ച തുടങ്ങിയ കർമാനുഷ്ഠാനങ്ങളെ കൊണ്ട് സത്യവസ്തുവിനെ പ്രാപിക്കുവാൻ യത്നിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ അധ്യാത്മ സാധന ആരംഭിക്കുന്നത്. ഏതെങ്കിലും ഒരു മൂർത്തമായ രൂപം മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ ഭഗവാൻ എന്നുള്ള ബുദ്ധിയെ പ്രതിഷ്ഠിച്ച് അതിൽ ഓരോ ദ്രവ്യങ്ങളും മറ്റും സമർപ്പിക്കുക, അഭിഷേകം ചെയ്യുക, ധൂപം, ദീപം, നിവേദ്യം, കർപ്പൂരം, ഇതെല്ലാം സമർപ്പിക്കുന്നുണ്ട്. അതെല്ലാം എന്തിനാ? ഈശ്വരനെ കിട്ടാൻ വേണ്ടിയാണ്, ഭഗവാനെ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഭഗവാനെ കിട്ടില്ല. അപ്പൊ ഇതൊന്നും വേണ്ടെന്നാണോ? അതിസൂക്ഷ്മമായ തത്വമാണ് ഭഗവാൻ. അദ്ദേഹം ഇരിക്കുന്നത് നമ്മുടെ ഹൃദയ ഗുഹയിലാണ്.
തൽക്കാലം അവിടെ തിരയാനുള്ള പാകത നമുക്കില്ലാത്തത് കൊണ്ട് പുറമേ ഒരു ബിംബത്തെയോ പടത്തെയോ വെച്ച് അതിൽ ഈശ്വരഭാവം പുലർത്തി നാം ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് നല്ലത് തന്നെ. ഇതിനെയൊക്കെ പുച്ഛിക്കുകയാണെന്നോ പരിഹസിക്കുകയാണെന്നോ ഒരിക്കലും വിചാരിക്കരുത്. ഒരു തുടക്കക്കാരന് ഇങ്ങനെയേ തുടങ്ങാൻ പറ്റൂ. ABCD മുതൽ എഴുതി പഠിച്ച് നമുക്ക് ഇംഗ്ലീഷ് ഭാഷ കരഗതമാക്കാൻ പറ്റും. ആൽഫബറ്റ് പോലും ഇല്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകും? അക്ഷരങ്ങൾ തന്നെ അറിയില്ലെങ്കിൽ, അക്ഷരങ്ങൾ അറിയാതെ വാക്കുകൾ എങ്ങനെ അറിയാൻ പറ്റും? വാക്കുകൾ ചേർന്നാലിൽ ആണല്ലോ വാക്യങ്ങൾ, വാക്യങ്ങൾ ചേർന്നാൽ ഖണ്ഡികകൾ, ഖണ്ഡികകൾ ചേർന്നാൽ വലിയ വലിയ പ്രബന്ധങ്ങൾ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനപരമായ അക്ഷരമാലയെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. പക്ഷേ ആ അക്ഷരമാലയാണോ ഒരാളെ പ്രഗത്ഭനാക്കുന്നത് അല്ലെങ്കിൽ പണ്ഡിതനാക്കുന്നത്? അല്ല, അയാൾ പഠിച്ച് മുമ്പോട്ട് പോകണം. പക്ഷേ ഈ അക്ഷരമാല പഠിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? അതും പറ്റില്ല. നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ നിന്നു പോകരുത്. ഇങ്ങനെ ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഈ ആചാര്യന്മാർക്ക് നമ്മോട് ചെയ്യാനുള്ളൂ. നിങ്ങൾ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കരുത്, മുമ്പോട്ട് പോകൂ. പുരോഗതിയാണ് ഒരു സാധകന് എപ്പോഴും വേണ്ടത്. ആ യത്നം സ്ഥാണുവിൽ തോന്നപ്പെട്ട കള്ളനെ അകറ്റുവാൻ പെരുമ്പറയടിച്ച് മുഴക്കിയാൽ എങ്ങനെയോ അതുപോലെ വിഫലം തന്നെ. അവിടെ കള്ളൻ തന്നെ ഇല്ല, തൂണ് മാത്രമേ ഉള്ളൂ. ഈ തൂണില് കള്ളനുണ്ട് എന്ന് കരുതി ആ കള്ളനെ ഓടിക്കാനാണ് പെരുമ്പറയടിക്കലും ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കുന്നതും ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നതും. അവസാനം വെളിച്ചം കൊണ്ടുവന്ന് നോക്കിയപ്പോൾ കള്ളനുമില്ല കുള്ളനുമില്ല, നിർജീവമായ തൂൺ അങ്ങനെ നിൽക്കുന്നു. അതിനെ കണ്ടാണ് ഇയാൾ ഭയപ്പെട്ടത്. ആകയാൽ പരമാർത്ഥ വസ്തുജ്ഞാനം കൊണ്ടല്ലാതെ യാതൊരു ക്രിയകളാലും പ്രാപ്യമല്ലെന്ന് ഈ ദൃഷ്ടാന്തം വഴി ഗുരു ശിഷ്യനെ ബോധിപ്പിക്കുകയാണ്. ഒരു കർമ്മം കൊണ്ടും ആത്മാവിനെ നേരിട്ട് പ്രാപിക്കാൻ വയ്യ. ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് തത്വജ്ഞാനത്തിലൂടെയാണ്. ആ ഒരു കാര്യം വ്യക്തമാക്കാനാണ് ഈ പദ്യത്തിലൂടെ ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പദ്യം വായിക്കാം. ഉലകത്തെ മായാ ഉടലൈ പൊയ് என்றாൽ അലകൈ തേർ പോൽ അറിവതല്ലാൽ വിലകി തുടൈ തൊഴിത്തലാകുമോ സ്വപ്നത്തീ ചൂഴ്ந்தாൽ കടക്കവിടും ശാക്കിരം പോൽ കാണും. ഉലകത്തെ മായാ ഉടലൈ പൊയ് என்றாൽ, ഉലകത്തെ ലോകത്തെ, നമ്മുടെ ലോകം തന്നെയാണ് തമിഴരുടെ ഉലകം. ഉലകം ചുറ്റും വാലിബൻ. പണ്ടൊരു MGR സിനിമ വന്നിട്ടുണ്ട്, MGR ജയലളിത. ലോകത്തെ ചുറ്റുന്ന യുവാവ്, ലോകസഞ്ചാരിയായ യുവാവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഉലകത്തെ മായാ ഉടലൈ, ലോകത്തെയും മായ ഉണ്ടാക്കിയ ശരീരത്തെയും, പൊയ് എന്ന് പറഞ്ഞാൽ മിഥ്യ എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ എല്ലാവരും എന്നുള്ളതിൽ ആരംഭപ്പെടും? ജ്ഞാനികളും അജ്ഞാനികളും പെടും. ജ്ഞാനി കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഇത് മിഥ്യ എന്ന് പറയുന്നത്. അജ്ഞാനികള് വെറുതെ ശാസ്ത്രം പഠിച്ചിട്ട് ആ ശാസ്ത്രങ്ങളുടെ സിദ്ധാന്തത്തെ വെറുതെ വാഗൊണ്ട് പറയും. എന്തായാലും അവർക്ക് തമ്മിൽ അഭിപ്രായ ഐക്യമുണ്ട്. രണ്ടുപേരും പറയുന്നുണ്ട്, എന്താ, ശരീരം ദുഃഖമാണ്, ഈ പ്രപഞ്ചം ശാശ്വതമല്ല. ഇതൊക്കെ ജ്ഞാനിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ഈ വിചാരം. അജ്ഞാനികൾക്ക് മിന്നാമിനുങ്ങ് പോലെയാണ് ഈ ജ്ഞാനം. ഒന്ന് പ്രകാശിക്കും, പിന്നെ കുറച്ചു നേരത്തേക്കില്ല, പിന്നെ അടുത്തത് പ്രകാശിക്കും, പിന്നെ ഇരുട്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് പ്രകാശിക്കുന്നത് എപ്പോഴെന്ന് അറിയാമോ? ആരെങ്കിലും മരിച്ചു പോകും. അപ്പൊ ഉള്ളിൽ ഈ തത്വജ്ഞാനം ഇങ്ങനെ കയറി വരും. ശ്മശാനത്തിലേക്കൊക്കെ പോയിട്ട് വരും. എന്താ സാറേ, ഒക്കെ വെറും ഒരു ഭ്രമം, ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. നമ്മൾ വിചാരിക്കും, അയ്യോ എന്തൊരു തത്വജ്ഞാനം. അത് ശ്മശാനത്തിന്റെ വാതിൽ കടന്ന് പുറത്തിറങ്ങുന്നത് വരെയുള്ളൂ. ആ സമയത്ത് താത്കാലികമായി ഉണ്ടാകുന്ന ആ മിന്നാമിനിങ്ങിന്റെ പ്രകാശം പോലെയാണ് ലൗകികന്മാരിൽ ഈ തത്വജ്ഞാനം പ്രത്യക്ഷപ്പെടുന്നത്. അതിന് സ്ഥായി ഭാവമില്ല, അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകും. ഒരു ഗുളിയും കഴിച്ച്, ഒരു ഗുളിയും കുളിച്ച്, ഊണും കൂടെ കഴിച്ചാൽ പിന്നെ അടുത്തത് മണി 8:30 ചന്ദനമഴ. വാസ്തവത്തിൽ ഈ തത്വജ്ഞാനം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി തീരും. ദുഃഖം വരുമ്പോൾ എല്ലാവരും കുറെയൊക്കെ തത്വജ്ഞാനികളാവും. വാസ്തവത്തിൽ നമ്മുടെ തത്വജ്ഞാനത്തെ എങ്ങനെ പരീക്ഷിക്കണമെന്നറിയാം? എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളപ്പോൾ, ദുഃഖത്തിന്റെ കണിക പോലുമില്ല,
അപ്പൊ ഈ സത്യത്തെ നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോ തത്വജ്ഞാനം നിങ്ങളുടെ അകത്ത് സ്ഥാനം പിടിച്ചു എന്നർത്ഥം. അത് നമ്മുടെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്ന് പറയാം. ഉലകത്തെ മായാ ഉടലെ പൊയ്യെന്നാൽ എല്ലാവരും പറയും ലോകം മിഥ്യയാണ്, ശരീരത്തിന് ശാശ്വത സ്ഥിതിയില്ല എന്നൊക്കെ ജ്ഞാനികളും അജ്ഞാനികളും പറയും. എന്നാൽ ഈ പ്രപഞ്ചം യഥാർത്ഥത്തിൽ മിഥ്യയാണ് എന്ന് അജ്ഞാനികൾ ഉറപ്പിക്കുന്നില്ല. അലഹൈ തേർ പോലെ അറിവതല്ലാൽ, അലഹൈ തേർ എന്ന് പറഞ്ഞാൽ മരീചിക എന്നർത്ഥം, കാനൽ ജലം. അതിനെയാണ് തമിഴില് അലഹൈ തേർ എന്ന് പറയുന്നത്. മരീചിക പോലെ പോൽ അറിവത് അല്ലാൽ, അതാണ് പോൽ അറിവതല്ലാൽ. ജ്ഞാനികൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ കാനൽ ജലം പോലെ മിഥ്യയാണെന്ന് അറിഞ്ഞിരിക്കുന്നു, അവർക്ക് ഉറപ്പുണ്ട് എന്നർത്ഥം. അജ്ഞാനികൾക്ക് ആ ഉറപ്പില്ല, അവർ വെറുതെ പറയുന്നു. ഈ അജ്ഞാനികളിൽ ആരൊക്കെപ്പെടും? സത്യസാക്ഷാത്കാരം നേടാതെ വേദാന്ത ശാസ്ത്രത്തെ ഒരു വിഷയമായി ബിരുദത്തിലോ ബിരുദാനന്തര ബിരുദത്തിലോ പഠിച്ചിട്ടെന്ന് പറഞ്ഞാൽ BA വേദാന്ത, MA വേദാന്ത, PhDയിലും അല്ല വേദാന്തത്തിൽ PhDയും ആവാം. പക്ഷേ ഇവരുടെ ഉള്ളിൽ വേദാന്തത്തിന്റെ ഒരു കണിക പോലും പ്രവേശിക്കുന്നില്ല. അവർക്കത് വെറും ഒരു വിഷയം മാത്രം, ഒരു സബ്ജക്റ്റ് മാത്രമാണ്. വേറൊന്നും കിട്ടാത്തത് കൊണ്ട് വേദാന്തം എടുത്തു, പഠിച്ചു, നല്ലപോലെ സിദ്ധാന്തപരമായി പഠിച്ചു, പരീക്ഷയ്ക്ക് നല്ലപോലെ എഴുതി, മാർക്ക് കിട്ടി. അതുകൊണ്ട് മാത്രം വേദാന്തിയാവില്ല, അത് ജീവിതത്തിൽ നടപ്പാക്കണം. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരണം, അല്ലാതെ ഈ വേദാന്തം പ്രയോജനപ്പെടില്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും വേദാന്തം കൊണ്ട് ത്രസിക്കണം. ഹൃദയസ്പന്ദനത്തിൽ വേദാന്തത്തിന്റെ താളം കേൾക്കാൻ കഴിയണം. ഹൃദയസ്പന്ദനത്തിൽ വേദാന്തത്തിന് താളമുണ്ടോ? അത് എന്ത് താളമാണോ, വേതാളമാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉള്ളറകളിൽ അത് കടന്നു ചെല്ലണം. അപ്പോൾ മാത്രമേ അതുകൊണ്ടുള്ള പ്രയോജനം നമുക്കുണ്ടാവുകയുള്ളൂ. വെറും നാവിന്റെ തലത്തിൽ മാത്രം അത് ഒതുങ്ങി നിന്നാൽ പോരാ. അലഹൈത്തേർ പോൽ അറിവത് അല്ലാൽ, അവർ എന്ത് ചെയ്യുന്നു? ജ്ഞാനികൾ മരീചികയാണ് എന്നവർ ഉറപ്പിച്ചിരിക്കുന്നു. ഈ ഉറപ്പ് വന്നോ ഇല്ലയോ എന്നെങ്ങനെ അറിയും? അവർക്ക് മോഹമില്ല, ഒന്നിലും അവരുടെ മനസ്സ് ഭ്രമിച്ചു പോകുന്നില്ല. ഉറപ്പ് വരാത്തവൻ പലതിലും തൻ്റെ മനസ്സിനെ സമർപ്പിക്കും, അകൃത്യങ്ങൾ പലതും അയാൾ ചെയ്യും, മോഹത്തിന് വശംവദനായിട്ടാണ്. വിലഹി തുടയ്ത്ത് ഒഴിത്തലാകുമോ? ഈ പ്രപഞ്ചത്തിനെ തുടച്ചു നീക്കണം എന്നാണ് പറയുന്നത്. ഏത് തുണി കൊണ്ട് തുടച്ചാൽ നീങ്ങും? പ്രപഞ്ചത്തെ തുടച്ചു നീക്കാനുള്ള തുണി നമ്മുടെ കയ്യിലുണ്ടോ? ഇത് എത്ര വിശാലമാണിത്! എന്താ? ആദ്യമായി പ്രപഞ്ചത്തെ തുടച്ചു നീക്കുന്നതിന് മുമ്പ് പ്രപഞ്ചത്തിൽ നിന്ന് ഉള്ളുകൊണ്ട് പിൻവാങ്ങണം എന്ന് പറഞ്ഞാൽ വിരക്തനാകണം എന്നാണ്. അവിടെയാണ് ബുദ്ധി. ഈ വിരക്തി, ത്യാഗം, നിസ്സംഗത എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് വേണ്ടത്. നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ, കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവര്. അതൊക്കെ സന്യാസിമാർക്കുള്ളതല്ലേ. സന്യാസിമാർക്ക് വാസ്തവത്തിൽ വിരക്തി ആവശ്യമില്ല. കാരണം വിരക്തി വന്നതുകൊണ്ടാണ് അവരെ എല്ലാം ഇട്ടെറിഞ്ഞേറ്റ് സന്യാസിയായത്. അപ്പൊ സന്യാസിക്കാണ് വിരക്തി എന്ന് ഒരിക്കലും ബാധിക്കരുത്. ആർക്കാണ് വിരക്തി വരേണ്ടത്? ഗൃഹസ്ഥന്മാർക്കാണ്. പുറമേ വിട്ടെറിഞ്ഞേറ്റ് ഓടണം എന്ന് പറയുന്നില്ല, ഉള്ളുകൊണ്ട് പിൻവലിയാമല്ലോ. സന്യാസം എന്നും ഉൾത്തലത്തിലാണ്. ബാഹ്യമായ സന്യാസം ആ ആന്തര സന്യാസം നേടാനുള്ള ഒരു തുടക്കം മാത്രം. ബാഹ്യ സന്യാസം നേടിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി അവിടെ ഏതെങ്കിലും ഒന്നിൽ സംഘബദ്ധരായി അധപ്പതിച്ചു പോകുന്നവരുണ്ട്. അപ്പൊ എവിടെ പോയാലും രക്ഷയില്ല. പുറമെ തെറ്റിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉൾത്യാഗമാണ് എപ്പോഴും നേടേണ്ടത്. അപ്പൊ ആദ്യമായി പ്രപഞ്ചത്തിൽ നിന്ന് വിലകണം. വിലകണം എന്ന് പറഞ്ഞാൽ ഉള്ളുകൊണ്ട് അകലണം. വിലഹി തുടയ്ത്ത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ തുടച്ച്, വിഷയവാസനകളൊന്നും ഉള്ളിൽ കടക്കാതെ, പ്രപഞ്ചത്തെ സത്യമാണ് എന്ന് കരുതി മോഹിക്കാതെ ഉള്ളിൽ നിന്ന് വേണം പ്രപഞ്ചത്തെ തുടച്ചു നീക്കാൻ. അതിന് സഹായിക്കുന്ന തൂവാല വിരക്തിയാണ്. വിരക്തി തൂവാല കൊണ്ട് ഉള്ളിലുള്ള സംഘത്തെയൊക്കെ തുടച്ചു നീക്കണം. തുടയ്ത്ത് ഒഴിത്ത, തുടച്ച് ഇല്ലാതെയാക്കണം. ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക എന്നാണ്. തുടയ്ത്ത് ഒഴിത്തൽ ആകുമോ?
അധ്യാത്മശാസ്ത്രം വെറുതെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് അതിനെ പ്രാവർത്തികമാക്കാതെ, എന്ന് പറഞ്ഞാൽ വിരക്തി സമ്പാദിക്കാതെ, അത് പറഞ്ഞു നടന്നത് കൊണ്ട് മാത്രം പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുമോ? അവർക്ക് പ്രപഞ്ചം എന്തെങ്കിലും നഷ്ടമാകുമോ? ഇല്ല. തൊഴിത്തലാകുമോ? അതിനൊരു ഉദാഹരണം എന്താ പറയുന്നത്? സ്വപ്നത്തി ചൂഴ്ന്താൽ. ഒരാള് സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ എന്താ? അയാൾക്ക് ചുറ്റും 4 വശത്തും അഗ്നി, ആളിക്കത്തുന്ന അഗ്നി. ഇയാൾ നടുക്ക് അകപ്പെട്ടു പോയി. ഈ അഗ്നിയുടെ ഇടയ്ക്ക് കൂടെ അപ്പുറത്തോട്ട് പോകാനും പറ്റില്ല. 4 വശവും തീ ചൂഴ്ന്നു കഴിഞ്ഞു. പാവം അതിനകത്തിരുന്ന് ഭയപ്പെട്ട് ആ ചൂട് സഹിക്ക വയ്യാതെ വിഷമിക്കുകയാണ്. സ്വപ്നത്തിലാണ്. അയാൾ എങ്ങനെ ആ തീയിൽ നിന്ന് രക്ഷപ്പെടും? ഉണർന്നാവും. സ്വപ്നമാണല്ലോ. സ്വപ്നത്തിനകത്ത് നിന്നുകൊണ്ട് സ്വപ്ന തീയുടെ ഉള്ളിലകപ്പെട്ട ഒരാൾക്ക് ഒരിക്കലും രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. ഒറ്റ വഴി ഉണർന്നേക്കുക. ഉണർന്നെഴുന്നേറ്റാൽ അഗ്നിയുമില്ല, അഗ്നിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുമില്ല. ഇതുപോലെ ഈ പ്രപഞ്ചത്തെ തുടച്ചു നീക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമില്ല എന്ന് ഉറപ്പിക്കുക. പ്രപഞ്ചത്തിന്റെ മായാമയത്വം, മിഥ്യാത്വം തത്വവിചാരത്തിലൂടെ ഉൾക്കൊള്ളുക. ബുദ്ധിക്ക് അത് പിടികിട്ടുക. അത് മാത്രമാണ് പ്രപഞ്ച ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗം. സ്വപ്നത്തിൽ ചൂഴ്ന്താൽ കടക്ക വിടും ശാക്കിരം പോൽ കാണും. ശാക്കിരം എന്ന് പറഞ്ഞാൽ ജാഗ്രത, ഉണർവിലേക്ക് വരിക എന്നുള്ളതാണ് ആ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. അല്ലാതെ ഉണരാതെ ആ സ്വപ്നത്തിൽ തന്നെ തുടരുന്നിടത്തോളം കാലം ആ തീയിൽ ദഹിച്ച് വെന്ത് വെണ്ണീറായി പോവാനേ പറ്റൂ. സ്വപ്നത്തിൽ തീപ്പൊള്ളലേറ്റ് മരിക്കേണ്ടി വരും. അത് മരണമല്ല. അപ്പൊ അങ്ങനെ ഒരു മരണാനുഭവം സ്വപ്നത്തിൽ വരാതിരിക്കാൻ ഉണർന്നാ മതി. ഇവിടെയും നമ്മൾ മരിക്കാതിരിക്കാൻ ഉണർന്നാ മതി. സത്യം കണ്ട് ഉണരണം, പിന്നെ മരണമില്ല. സ്വപ്നത്തിൽ ചൂഴ്ന്താൽ കടക്കവിടും ശാക്കിരം പോൽ. കടക്കവിടും എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന, നമ്മളെ കരകയറ്റുന്നത്. ജാഗ്രതത്തിലേക്ക് വരിക എന്നത് മാത്രമാണ്, ഉണരുക എന്നുള്ളത് മാത്രമാണ് അവിടെ നമ്മെ രക്ഷിക്കുന്നത്. അല്ലാതെ സ്വപ്നത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പരിഹാരം സാധ്യമല്ല. മായാകാര്യ ലോകവും ദാഹവും കാനൽ ജലം കേവലം വിചാരത്താൽ മാഞ്ഞു പോകുന്ന മിഥ്യ എന്ന ദൃഷ്ടാന്തം മൂലം നീ അറിയണം. മിഥ്യ ഇല്ലാത്തത് ഉള്ളതാണ് എന്ന് തോന്നുക, അതാണ് ദുഃഖത്തിന് കാരണം. കാനലിൽ തോന്നുന്ന ജലത്തെ എന്ന് പറഞ്ഞാൽ മരീചികയിലെ വെള്ളത്തെ നീ അകറ്റുവാൻ ശ്രമിച്ചാൽ ആ തോന്നൽ മാറുന്നുണ്ടോ? കാനൽ ജലഭ്രമത്തെ നമുക്കൊരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം അങ്ങനെ ഒന്ന് യഥാർത്ഥത്തിൽ ഇല്ല. അത് മരുഭൂമിയിലെ ഒരു ഭ്രമമാണ്. അതിൽ സത്യബുദ്ധി വരാതെ നോക്കിയാൽ പോരെ. അവിടെ വെള്ളമില്ല എന്ന് അറിഞ്ഞാൽ പോരെ. അവിടെ കാനൽ ജലം കണ്ടോട്ടെ, ഞാൻ ഭ്രമിക്കാതിരുന്നാൽ അത് മതിയല്ലോ. അപ്പൊ ആ തോന്നലിന് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിൽ വസ്തുസത്തയില്ല എന്ന് മനസ്സിലാക്കുക. തോന്നിയാലും അവിടെ കാനൽ അല്ലാതെ ജലം 3 കാലത്തിലും ഇല്ലെന്നുള്ള അറിവല്ലേ അവിടെ ശ്രേഷ്ഠം. അതുപോലെ തോന്നിക്കൊണ്ടിരിക്കുന്ന ലോകവും ദേഹവും പരിച്ഛേദം തുടച്ചു മാറ്റാൻ സാധ്യമല്ലല്ലോ. പരിച്ഛേദം എന്ന് പറഞ്ഞാൽ പരിമിതി. ഞാനൊരു വ്യക്തിയാണ് എന്നുള്ള വിചാരം ശരീരം ഉള്ളിടത്തോളം ഒരു നിഴല് പോലെ ഉണ്ടാവും. പക്ഷെ തത്വവിചാരം കൊണ്ട് ആ ധാരണയെ ഇല്ലാതെയാക്കണം. ഒരാൾക്ക് സ്വപ്നത്തിൽ തീ തന്നെ വളഞ്ഞു പടർന്നു എന്ന അനുഭവം ഉണ്ടായി വിഷമിക്കുന്ന അവസരത്തിൽ ആ വിഷമസ്ഥിതിയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുവാൻ ജാഗ്രതാവസ്ഥ വന്നാലല്ലേ കഴിവുണ്ടാവുകയുള്ളൂ. അതുപോലെ അജ്ഞാനാവസ്ഥയിൽ ദേഹാദി പ്രപഞ്ചങ്ങൾ മൂലമുണ്ടാകുന്ന വിഷമങ്ങളെ തരണം ചെയ്ത് സ്വസ്ഥത നേടുവാൻ ഒരാൾക്ക് ഇവ കേവലം മിഥ്യ എന്ന തോന്നൽ മാത്രമാണെന്നും ബോധ്യം വരുത്തുവാൻ ത്രാണിയുള്ള ആത്മജ്ഞാനം സമ്പാദിക്കുകയാണ് വേണ്ടത്. ഈ പ്രപഞ്ചം, അതുപോലെ തൻ്റെ ശരീരം, ഇവയൊക്കെ വെറും മിഥ്യ മാത്രമാണെന്നും ഇതിൽ കഴമ്പില്ലെന്നും അത് ബോധ്യപ്പെടാനാണ് ഈ അധ്യാത്മശാസ്ത്ര ജ്ഞാനം നമ്മെ സഹായിക്കുന്നത് എന്നും മനസ്സിലാക്കണം. അങ്ങനെ ആത്മജ്ഞാനം സമ്പാദിച്ച് ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ്. ആത്മജ്ഞാനോദയത്തിലെ ദേഹാദി പ്രപഞ്ചങ്ങളുടെ മിഥ്യാത്വം അനുഭവമാകുന്നുള്ളൂ. ആത്മജ്ഞാനം നേടാത്തിടത്തോളം കാലം ശരീരവും പ്രപഞ്ചവും സത്യമാണ് എന്നുള്ള വിചാരം നമ്മുടെ ഉള്ളിൽ നിന്നും അകലുകയില്ല.
ആത്മജ്ഞാനം ഉദിക്കുന്നതും ഇവ മിഥ്യയാണെന്ന് തെളിയുന്നതും ഒരേ സമയം കൊണ്ട് കഴിയും. പ്രകാശം വരുമ്പോൾ ഇരുട്ട് പൊടുന്നനെ അപ്രത്യക്ഷമാകുന്നത് പോലെ, ഇരുട്ട് മാറുകയും പ്രകാശം വരികയും, അല്ലെങ്കിൽ പ്രകാശം വരികയും ഇരുട്ട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് പോലെ ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കുന്ന സമയത്ത് അജ്ഞാനവും അജ്ഞാനം കൊണ്ടുണ്ടായ സർവ പ്രയാസങ്ങളും ഉള്ളിൽ നിന്ന് എന്നേക്കുമായി അകന്നുപോകും. പൊയ്യെன்ற വാർத்தை പുരയേറ്റ് മെയ്യാനാൽ மெய் என்பது தேட வேண்டுமோ மை இருளை தீர்த்த வெயிலை திரும்பி அசை திமைத்து பார்த்ததில் என் சந்தயம் வைப்பாய். பொய்யென்ற வார்த்தை പുരയേറ്റ് മെയ്യാനാൽ, പൊയ് എന്റെ വാർത്ത, തമിഴില് വാർത്ത എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അർത്ഥം. 7 മണിക്ക് 7:30 വാർത്തയല്ല, ന്യൂസ് അല്ല. വാർത്ത എന്ന് തമിഴില് പറഞ്ഞാൽ വാക്ക് അല്ലെങ്കിൽ വാക്യം. പൊയ് എന്റെ വാർത്ത, ജഗത്ത് മിഥ്യയാണ് എന്നുള്ള പ്രസ്താവന വേദാന്തികൾ പറയുന്നതാണല്ലോ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ. പൊയ്യന്റെ വാർത്ത, ജഗത്ത് മിഥ്യയാണ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ പ്രസ്താവന പുരയേറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ്, ദോഷങ്ങളൊക്കെ അകന്ന് മെയ്യാനാൽ, സത്യമായാൽ, മെയ് എന്ന് പറഞ്ഞാൽ സത്യം, സത്യമായി തീർന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ? ജഗത്ത് മിഥ്യയാണ് എന്നുള്ളത് ബുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അനുഭവത്തിൽ വന്നാൽ, ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കുന്നിടത്തോളം ഈ മിഥ്യയായ ലോകത്തെ പോലെ ആ അറിവും മിഥ്യയായിരിക്കും. ആർക്ക് വേണമെങ്കിലും പറഞ്ഞൂടെ ജഗത്ത് മിഥ്യയാണ്? അത് അനുഭവത്തിൽ വരണം, എന്നാലേ പ്രയോജനമുള്ളൂ. പൊയ്യന്റെ വാർത്ത പുരയേറ്റ്, അതിലുള്ള ദോഷങ്ങൾ നീങ്ങി എന്ന് പറഞ്ഞാൽ അത് സിദ്ധാന്തപരമായ ഒരു അറിവായി ബുദ്ധിയിൽ മാത്രം പ്രകാശിക്കാതെ അനുഭവതലത്തിലും അത് വന്നാൽ, പ്രകാശിച്ചാൽ, അതാണ് മെയ്യാനാൽ, അത് സത്യമാണ്. അതായത് ജഗൻ മിഥ്യ എന്നുള്ളത് പരമസത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, ജഗത്ത് മിഥ്യ എന്നുള്ളത് സത്യമാണ് എന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഇനി സത്യത്തെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ജഗത്ത് മിഥ്യ, പക്ഷെ ബ്രഹ്മസത്യം അത് സാക്ഷാത്കരിക്കണ്ടേ? താൻ ആദ്യം ജഗത്ത് മിഥ്യയാണെന്ന് ഉറപ്പിക്കും. അത് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ സത്യവസ്തു തനിയെ പ്രകാശിക്കും. കയറിലെ സർപ്പം മിഥ്യയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ കയർ തനിയെ പ്രകാശിക്കും. പിന്നെ കയറിനെ അറിയാൻ വിഷമമില്ല. അല്ല, എനിക്ക് സർപ്പമില്ല എന്നുള്ള കാര്യം മനസ്സിലായി, പക്ഷെ കയറിനെ അറിയണ്ടേ എന്ന് ചോദിക്കുന്നത് പോലെയാ. വേണ്ട, കയറിനെ കുറിച്ചുള്ള അറിവ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ പാമ്പുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായത്. ആ തെറ്റിദ്ധാരണ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ കയർ മാത്രമേ ഉള്ളൂ എന്നറിയാൻ എന്താ പ്രയാസം? അതാണ് പറയുന്നത്. പൊയ്യന്റെ വാർത്തയിൽ പുരയേറ്റ് മെയ്യാനാൽ, മെയ് என்பது ഇനി സത്യം, സത്യവസ്തു, ബ്രഹ്മം എന്നൊന്നിനെ തേട വേണ്ടുമോ? അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? തേടണോ? വേണ്ട. പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം സദാ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ യോഗവാസികൾ നമ്മൾ വായിക്കാൻ തുടങ്ങി കുറെ കാലമായല്ലോ. നമ്മൾ കുറെ ഭ്രാന്തന്മാര് അവിടെ കരവനയില്, അതിൽ പറയുന്നത് ബ്രഹ്മം സത്യം എന്ന് ഉറപ്പിക്കാനല്ല, ജഗത്തിന്റെ മിഥ്യാത്വത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടാണ് വസിഷ്ഠൻ ആ സത്യത്തെ വിവരിച്ചു തരുന്നത്. നാഴികയ്ക്ക് 40 വട്ടം പറയും പ്രപഞ്ചം മിഥ്യയാണ്. പലർക്കും ഒരു വിഷമമുണ്ട്, ജഗത്ത് മിഥ്യ, ജഗത്ത് മിഥ്യ എന്ന് ഈ വസിഷ്ഠ മഹർഷി എന്തുകൊണ്ട് പറയുന്നു? ബ്രഹ്മം സത്യം, ബ്രഹ്മം സത്യം എന്നല്ലേ വീണ്ടും വീണ്ടും പറയേണ്ടത്? രണ്ടും ഒന്ന് തന്നെ, രണ്ടും ഒന്ന് തന്നെയാണ്. ജഗത്ത് മിഥ്യയാണെന്ന് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ബ്രഹ്മം സത്യമാണെന്ന് അറിയാൻ കഴിയാത്തത്. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള കാര്യം ഉറപ്പായാൽ ബ്രഹ്മം സത്യമാണെന്നുള്ള കാര്യം അപ്പോൾ ഉറപ്പാവും. അറിവിന്റെ 2 വശങ്ങളാണ്. ഒരു വശം പിടികിട്ടിയാൽ മറ്റേ വശം തനിയെ പ്രകാശിക്കും. നമ്മളൊരു നാണയത്തിന്റെ ഹെഡും ടൈലും എന്ന് പറയുമല്ലോ, തമിഴില് പൂവും തലയും എന്നാണ് പറയുന്നത്. ഹെഡ് ടൈൽ എന്നുള്ളതിന് തമിഴില് പൂവാ തലയാ എന്നാണ് ചോദിക്കുന്നത്. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ നാണയത്തിന്റെ ഡിനോമിനേഷൻ എഴുതാതിരിക്കുന്ന വശം, അശോകസ്തംഭമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ, അതാണ് ഹെഡ്. അതിന്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന വശമാണ് ടെയിൽ. ഹെഡ് ഒരു വശം എന്താണെന്ന് പിടികിട്ടിയാൽ അതിന്റെ മറ്റേ വശം
തനിയെ മനസ്സിലാവും. കാരണം ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇങ്ങനെ വെച്ചിരുന്നതിനെ മറിച്ച് നോക്കിയാൽ മറ്റേ വശം കാണും. ഒരു നാണയത്തിന് ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ മതി. ഇതുപോലെയാണ് പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള കാര്യം ബുദ്ധിക്ക് അങ്ങോട്ട് ഉറപ്പു വന്നാൽ ആത്മജ്ഞാനം അധികം താമസിയാതെ തന്നെ പ്രകാശിക്കും. ബ്രഹ്മമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളത് തനിയെ പ്രകാശിക്കും. അതിന് വലിയ പ്രയത്നമൊന്നും ആവശ്യമില്ല. മെയ്യെൻപത് തേട വേണ്ടുമോ മയ്യിരുളൈ തീർത്ത വെയിലൈ. മൈ ഇരുൾ, മൈ എന്ന് പറഞ്ഞാൽ സാധാരണ തമിഴില് കൺമഷി എന്നാണ്. മയ്യ് കൺമഷി. മൈ ഇരുൾ എന്ന് പറഞ്ഞാൽ കൺമഷി പോലെ കറുത്ത ഇരുട്ട്, കൂരിരുട്ട്. കൂരിരുട്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം കറുപ്പ് വേറെ ഒന്നിനും ഉണ്ടാവില്ല. പിച്ച് ഡാർക്ക്നെസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇരുട്ട് കട്ട പിടിച്ച് നമുക്ക് മൺവെട്ടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് വെട്ടിയെടുക്കാമെന്ന് തോന്നുന്നു. അത്ര കട്ടിയുള്ള ഇരുട്ടാണ് കൂരിരുട്ട്. മയ്യിരുൾ എന്ന് പറയുന്നതാണ് അന്ധകാരം, കടുത്ത അന്ധകാരം. ആ അന്ധകാരത്തെ തീർത്ത വെയിലെ ഇല്ലാതാക്കി തന്ന വെയിലിനെ എന്ന് പറഞ്ഞാൽ സൂര്യനെ, സൂര്യപ്രകാശത്തെയാണല്ലോ നമ്മൾ വെയിൽ എന്ന് പറയുന്നത്. ആ വെയിലിനെ ഈ അന്ധകാരം നീങ്ങി എന്നുള്ള ഒരൊറ്റ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സൂര്യന്റെ സ്വഭാവം എന്താണ്, സൂര്യൻ ആരാണ് എന്നുള്ളത്. തല ഉയർത്തി അങ്ങ് മുകളിലോട്ട് നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അന്ധകാരത്തിൽ ഒന്നും കാണാതെയിരുന്നു. എനിക്ക് ഒന്നിനെയും കാണാനുള്ള കഴിവില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാറ്റിനെയും വ്യക്തമായി കാണുന്നു. അതിന്റെ അർത്ഥം സൂര്യപ്രകാശം ഉണ്ട് എന്നാണ്. സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ സൂര്യനും ഉണ്ട് എന്നാണ് അർത്ഥം. ആ സൂര്യനെ തല ഉയർത്തി നോക്കണം എന്ന് നിർബന്ധമില്ല. ആ പ്രകാശ സാന്നിധ്യം തന്നെ സൂര്യനുണ്ട് എന്നുള്ളതിനെ പെരുമ്പറയടിച്ച് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഈ സിദ്ധാന്തപരമായി ആത്മതത്വത്തെ ഗ്രഹിച്ചവർ എന്താ ചെയ്യുന്നത്? മയ്യിരുളை തീർത്ത വെയിலை തിരുമ്പി അശൈത്ത് ഇമൈത്ത് പാർത്തതിൽ എല്ലാ വസ്തുക്കളെയും വ്യക്തമായിട്ട് കാണാം. എല്ലാറ്റിനെയും നോക്കുന്നു. നേരത്തെ ഇരുട്ടിൽ ഒന്നും കാണാനില്ലായിരുന്നു, ഇപ്പൊ എല്ലാം വ്യക്തമായി. അയാൾ ഇങ്ങനെ നോക്കിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം. വീണ്ടും തറയിലേക്ക് നോക്കി. തറയിൽ നോക്കിയിട്ട് സൂര്യൻ ഉണ്ടോ അവിടെ? നേരെ നോക്കാൻ പറ്റില്ല, ഒന്നുകൂടെ നോക്കിക്കളയാം എന്ന് പറഞ്ഞ് പിന്നെയും നോക്കുകയാണ് മുകളിൽ. അപ്പോഴും കണ്ണഞ്ചി പോകും. അവസാനം ഇങ്ങനെ കണ്ണിങ്ങനെ ഇമകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? സൂര്യനുണ്ട് എന്നുള്ളതിന്റെ തെളിവാണല്ലോ സൂര്യപ്രകാശം. ഇനി ആ സൂര്യബിംബത്തെ വിശേഷിച്ച് നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ട കാര്യമുണ്ട്. എന്തിനാ ഇത് പറയുന്നത്? ആത്മാവിന്റെ പ്രകടനമാണ് ഈ പ്രപഞ്ചം. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർഗുണമായ ഒരു ആത്മാവിനെ അന്വേഷിക്കാൻ നിങ്ങൾ പോണ്ട. പ്രപഞ്ച സ്പർശമില്ലാത്ത കേവലമായ ശുദ്ധമായ ആ സത്യം അതിന് സാക്ഷാത്കരിക്കണം എന്ന് വിചാരിക്കേണ്ട. ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ ധാരാളം. പ്രപഞ്ചത്തിൽ എന്തിനെ കാണുന്നുവോ അതൊക്കെ ബ്രഹ്മമാണ്, ബ്രഹ്മപ്രകടനമാണ് ഈ ലോകം എന്ന് കണ്ടാൽ ഇനി ഒരു നിർഗുണ ബ്രഹ്മ സാക്ഷാത്കാരം എന്തിന്? അതിനൊന്നും മെനക്കെടണം. നാമരൂപങ്ങൾ നിങ്ങളെ ഭ്രമിപ്പിക്കുന്നില്ലെങ്കിൽ എന്തിനാ ഈ നിർഗുണമായ ബ്രഹ്മത്തെ വിശേഷിച്ച് സാക്ഷാത്കരിക്കുന്നത്? അപ്പൊ നാമരൂപങ്ങൾ നിങ്ങളെ ഏതോ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നു. സത്യസാക്ഷാത്കാരത്തിന് തടസ്സങ്ങളായി നിൽക്കുന്നു നാമരൂപങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അവയെ ഒഴിവാക്കി നാമരൂപരഹിതമായ ആ കേവല സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നു. ഈ നാമരൂപങ്ങൾ നമ്മുടെ ആത്മാനുഭവത്തിന് തടസ്സമാകുന്നില്ലെങ്കിൽ ഇനി ഒരു നിർവികൽപ്പ സമാധി ആവശ്യമുണ്ടോ? നിങ്ങൾ എപ്പോഴും നിർവികൽപ്പത്തിലാണ്. എന്തുകൊണ്ട്? നാമരൂപങ്ങളിൽ മോഹിക്കുന്നില്ല. ഇതിനെയൊക്കെ ബ്രഹ്മമാണ് എന്നാണ് കാണുന്നത്. ഇതിൽ പരം എന്ത് വേണം? ഇനിയിപ്പോ ധ്യാനത്തിലിരുന്ന് മനസ്സിന്റെ ചിത്തവൃത്തികളെയൊക്കെ ഉപശമിപ്പിച്ച് ഉള്ളിൽ നിങ്ങൾ എന്തിനെയാ പിടിക്കാൻ പോകുന്നത്? എന്താ ഈ ഉള്ളില്? അല്ല, അത് നിർഗുണമായിട്ട് വേണ്ടേ? സ്വർണത്തിന്റെ മഹത്വം സ്വർണ്ണക്കട്ടയായിരിക്കുമ്പോഴല്ല, ആഭരണങ്ങളായിട്ടിരിക്കുമ്പോൾ. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. സ്വർണത്തിന്റെ മഹത്വം വെളിവാകുന്നത് അത് പലതരത്തിലുള്ള നാമരൂപങ്ങളായി പ്രകാശിക്കുമ്പോഴാണ്. ഇതുപോലെ നാമരൂപരഹിതമാണ് ബ്രഹ്മം എന്നുള്ളത് ശരി, സമ്മതിക്കാം. പക്ഷെ അതിന്റെ നിർഗുണാവസ്ഥയിൽ അതിനെ സാക്ഷാത്കരിക്കുന്നതിനേക്കാളും വിശേഷപ്പെട്ടത് നാമരൂപങ്ങളോട് കൂടി പ്രകാശിക്കുമ്പോൾ അതൊക്കെ ബ്രഹ്മത്തിന്റെ പ്രകടനമാണ് എന്ന് കാണുന്നതാണ്. നീ ഇപ്പൊ നിർവികൽപ്പത്തില് പോണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പറ്റുമെങ്കിൽ പോവാം.
നല്ലത്. തിരുമ്പി അശൈത്ത് ഇമൈത്ത്. അയാൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു പ്രാവശ്യം നോക്കി, കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം നിലത്തോട്ട് നോക്കി, എന്നിട്ട് കുറച്ചു നേരം കൂടെ തുറിച്ചു നോക്കി, പിന്നെയും കണ്ണ് മഞ്ഞളിച്ചു, പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇമകൾ ചിമ്മി, മിഴി ചിമ്മിയിട്ട് പിന്നെയും ഒന്നുകൂടെ നോക്കി. എപ്പോഴൊക്കെ നോക്കുന്നു അപ്പോഴൊക്കെ കണ്ണഞ്ചി പോകുന്നുണ്ട്. എന്തിനാ ഈ സൂര്യന്റെ നേരെ നോക്കുന്നത്? അതിന്റെ പ്രകാശമല്ലേ നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്നത്? അത് വെച്ചുകൊണ്ട് ആ സൂര്യന്റെ സാന്നിധ്യത്തെ അറിയാൻ എന്താ വിഷമം? സൂര്യന്റെ നേരെ നോക്കി കണ്ണ് കളയണോ? യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ. ഈ നിർഗുണമായ സത്യത്തെ നാം സാക്ഷാത്കരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ആ നിർവികൽപ അവസ്ഥയിൽ നിന്നും താഴേക്ക് ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ തലത്തിൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ഈ രൂപത്തെ കാണില്ലേ? അപ്പൊ നിങ്ങളുടെ വിലയിരുത്തൽ ഉണ്ടാവും. ഇത് സത്യമെന്നോ അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ പ്രകടനമെന്നോ? അതാരും ആലോചിക്കുന്നില്ല. എനിക്ക് ആ അവസ്ഥയിലേക്ക് പോകണം, നിർവികൽപ സ്ഥിതിയിലേക്ക് പോകണം, നിർവികൽപ സമാധി നേടണം. അതിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പം ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്? ഇതൊക്കെ ഭഗവാനെന്ന് ഉറപ്പിക്കാതെ ആ അവസ്ഥയിൽ അല്പനേരം കഴിഞ്ഞത് കൊണ്ട് എന്ത് പ്രയോജനം? അറിവിന്റെ ഉറപ്പ് നാമരൂപങ്ങളെ അനുഭവിക്കുമ്പോഴും നിർവികൽപ സമാധിയിൽ ഇരിക്കുമ്പോൾ അറിവിന്റെ ഉറപ്പ് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ കാമക്രോധാദി കലുഷിതമായ ഈ ലോകത്തിന്റെ ഒത്ത നടുക്ക് ഈ ലൗകികന്മാരുടെ ഇടയിൽ കഴിയുമ്പോൾ വേണം നമ്മുടെ ജ്ഞാനത്തിന്റെ ദാർഢ്യം നാം മനസ്സിലാക്കേണ്ടത്. അത് നിർവികൽപ ദശയിലിരുന്നാൽ എത്ര കണ്ട് ഉറപ്പു വന്നു എന്നറിയാൻ കഴിയില്ല. തിരുമ്പി അശൈത്ത് ഇമൈത്ത് പാർത്തതിൽ ആ സൂര്യനെ തുറച്ചു നോക്കിയും മെഴിചിമ്മിയും ഒക്കെ നോക്കിയത് കൊണ്ട് എന്ത് പ്രയോജനം? ശന്തയം വൈപ്പായി. ശന്തയം എന്ന് പറഞ്ഞാൽ സന്ദേഹം, സംശയം. ശന്തയം വൈപ്പായി പാർത്തതിൽ ശന്തയം വൈപ്പായി. ആ സൂര്യൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നീ എന്തിന് സംശയിക്കുന്നു? അതിന്റെ പ്രകാശത്തിലാണ് എല്ലാം കാണപ്പെടുന്നത്. എല്ലാറ്റിനെയും നാം കാണുന്നുണ്ടല്ലോ. കാണാൻ പ്രകാശം വേണമല്ലോ. ആ പ്രകാശം സൂര്യന്റെ ആണല്ലോ. നീ ഇപ്പൊ സൂര്യനെ പ്രത്യേകിച്ച് സൂര്യന്റെ നേരെ നോക്കിയിട്ട് വേണോ മനസ്സിലാക്കാൻ? ഏതിന്റെ സാന്നിധ്യത്തിൽ എല്ലാ അനുഭവങ്ങളും പ്രകാശിക്കുന്നുവോ ആ സാന്നിധ്യത്തെ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം അസന്ദിഗ്ധമായി നമ്മുടെ ഉള്ളിൽ ഉറപ്പാകണം. അതുകൊണ്ട് അതിനെ നീ എന്തിന് സംശയിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നാളെ ആ പദ്യം ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമുക്ക് ആ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നിർത്താം. നിന്റെ നാവിനാൽ തത്വങ്ങളെല്ലാം അസത്യം എന്നുച്ചരിച്ചതുപോലെ തന്നെ നിന്റെ ഹൃദയത്തിലും ആ വക അസത്യമെന്ന് നിനക്ക് ദൃഢതയുണ്ടെന്ന് വന്നാൽ സത്യമായ ജ്ഞാനത്തെ അന്വേഷിക്കേണ്ട കൃത്യമേ നിനക്ക് അവശേഷിച്ച് നിൽക്കുകയില്ല. മിഥ്യയായ ജാഗ്രതാദി മൂന്നവസ്ഥകളെയും തോന്നിപ്പിച്ചത് നിന്റെ ഉള്ളിൽ നിൽക്കുന്ന ജ്ഞാനമല്ലയോ? അഹങ്കാര ഗ്രന്ഥിയെയും നിശേഷം തകർത്തത് ആ ജ്ഞാനമല്ലയോ? ആ ജ്ഞാനപ്രകാശത്തെ നിന്റെ ജീവബോധത്താൽ സംശയിച്ച് ഇതിൽ സംശയം വെക്കുന്നത് വീണ്ടും അതിനെ പരിശോധിച്ചു നോക്കുന്ന നിന്റെ ജീവബോധം മൂലമുള്ള അന്വേഷണം നിനക്ക് ഒട്ടും തന്നെ ശോഭനമല്ല. സംശയരഹിതമായി സത്യത്തെ സാക്ഷാത്കരിക്കും. ഒരിക്കൽ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സംശയം ഉണ്ടാവില്ല. ആ അറിവ് മാത്രമേ യഥാർത്ഥ അറിവ് ആകുന്നുള്ളൂ. നാളെ ഇത് ഒന്നുകൂടെ നമുക്ക് ചർച്ച ചെയ്തിട്ട് അടുത്ത പദ്യത്തിലേക്ക് പോകാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.